ആദ്യത്തെ സെഷൻ 9:40 അവസാനിക്കും. അപ്പോൾ നമ്മൾ അടുത്ത സെഷന് 5 മിനിറ്റ് ഡിലേ വരും. അപ്പോൾ അതിന്റെ ലിങ്ക് അന്നേരം അയച്ചു തരും. ഉടൻ തന്നെ കയറുക. ഒരുപാട് ഡിലേ വരാതെ തന്നെ കയറാൻ നോക്കുക. അപ്പോൾ 2 സെഷനായിട്ടാണ് ക്ലാസ് നമ്മൾ ആദ്യത്തെ 40 മിനിറ്റ് ഫസ്റ്റ് സെഷൻ, അടുത്ത സെഷൻ 9:40 തുടങ്ങുന്ന സെഷൻ. അതിന്റെ ഇൻവൈറ്റ് ലിങ്ക് ഉടൻ തന്നെ, അത് കഴിഞ്ഞ ഉടൻ തന്നെ വരും. അപ്പൊ ക്ലിക്ക് ചെയ്യുക, ഉടനെ കയറാൻ നോക്കുക. ഇത് ഒരു നിമിഷം പോലും കളയാതെ നോക്കുക. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് പ്രിൻസിപ്പിൾ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയത്. ഇവിടെ ബേസ് പ്രിൻസിപ്പിൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് 2 ടോപ്പിക് ഞാൻ ക്വസ്റ്റ്യൻ്റെ കൂടെ പറയാമെന്ന് പറഞ്ഞത്. ഒന്ന് നെയിമിങ്ങിന്റെ ടോപ്പിക്കും 2 ഐസോമർസത്തിന്റെ ടോപ്പിക്കും. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാന്ന് പറഞ്ഞു. പിന്നെ നേരെ ഞാൻ പോയത് റിയാക്ഷൻ മെക്കാനിസത്തിലേക്കാണ്. അപ്പൊ മെക്കാനിസത്തിന്റെ കുറച്ച് ടോപ്പിക്ക് വന്നു. ഇന്നത് മെക്കാനിസം തീർത്തിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യണം. സോ നമുക്ക് തുടങ്ങാവുന്നതാണ്. മെക്കാനിസം, റിയാക്ഷൻ മെക്കാനിസം. ഞാൻ കോൺക്രീറ്റ് മെക്കാനിസം, നോൺ കോൺക്രീറ്റ് മെക്കാനിസം പറഞ്ഞു. മെക്കാനിസത്തിനകത്ത് എല്ലാ സ്റ്റെപ്പും സീക്വൻഷ്യൽ ആയിട്ട് എഴുതുവാണെന്ന് പറഞ്ഞു. ആ മെക്കാനിസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിയാക്ഷന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീലിംഗ് ആണ്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീലിംഗിൽ നമുക്ക് അതിന്റെ കൈനറ്റിക്സ്, അതിന്റെ ബോണ്ട് ക്ലീവേജ്, ബോണ്ട് ഫോർമേഷൻ, അതിന്റെ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി, എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. ഇപ്പൊ അതൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അതിന് നേരെ ഞാൻ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് പറയുകയാണ്. ഇപ്പൊ എല്ലാവരും നോക്കിയുള്ള ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്. എല്ലാവരുടെയും ആഡിയോ വീഡിയോ ഓഫ് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. കാര്യങ്ങള് പെട്ടെന്ന് പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 10 ക്ലാസ്, 2ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ആ 2ാമത്തെ ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ തീർക്കണം. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ് പറയുന്നത്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് 4 എണ്ണമാണുള്ളത്. ഒന്ന് ഐ എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയും. ഐ എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒന്നാമത്തെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഐ എഫക്റ്റ്. രണ്ടാമത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയും. ഇലക്ട്രോമെറിക് എഫക്റ്റ്. അപ്പൊ ഐ എഫക്റ്റ് കഴിഞ്ഞാൽ ഇ എഫക്റ്റ് ആണ്. ഇ എഫക്റ്റ് കഴിഞ്ഞാൽ റെസണൻസ് അല്ലെങ്കിൽ നമ്മൾ പറയും മീസോമെറിക് എഫക്റ്റ്. ആർ എഫക്റ്റ് എന്നോ എം എഫക്റ്റ് എന്നോ പറയും. ഐ എഫക്റ്റ് ആയി, ഇലക്ട്രോമെറിക് എഫക്റ്റ് ആയി, റെസണൻസ് എഫക്റ്റ് ആയി. നാലാമത്തത്, ഫോർത്ത് വൺ, ഹൈപ്പർ കോൺജുഗേഷൻ അഥവാ നോ ബോണ്ട് റെസണൻസ്. ഹൈപ്പർ കോൺജുഗേഷൻ ഓർ നോ ബോണ്ട് റെസണൻസ്. ഇങ്ങനെ 4 എഫക്റ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4 എഫക്റ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഈ 4 എഫക്റ്റുകൾ ഡിസ്കഷൻ വരണം. അതിനുശേഷം ക്വസ്റ്റ്യൻ ചെയ്യണം. സോ ഇപ്പൊ ഇന്ന് ഞാൻ ആദ്യത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത് ഈ 4 എഫക്റ്റ് ഡിസ്കസ് ചെയ്യാനും, കൂടാതെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്റർമീഡിയറ്റിനെ പറ്റി. കാർബ് കാറ്റയോൺ, കാർബ് ആനയോൺ, ഫ്രീ റാഡിക്കൽ ആൻഡ് കാർബീൻ. ഈ 4 ഇന്റർമീഡിയറ്റിനെയും കുറിച്ചാണ് ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറയുന്നത്. പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ സെക്കൻഡ് സെഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ മുമ്പോട്ട് പോവാണ്. ഫസ്റ്റ് എഫക്ട്, ഐ എഫക്ട്, ഇൻഡക്റ്റീവ് എഫക്ട്, ഐ എഫക്ട്. സോ all of you listen. ഐ എഫക്ട്. ഐ എഫക്റ്റില് ഓക്കെ, ഹൈഡ്രോകാർബൺ ചെയിൻ. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ചെയിനാണ് ഹൈഡ്രോകാർബൺ ചെയിൻ. ആ ചെയിനിന്റെ ടെർമിനൽ പൊസിഷൻ
ഹൈഡ്രോകാർബൺ ചെയിനിന്റെ ടെർമിനൽ പൊസിഷനിൽ നോക്കിയ ടെർമിനൽ ബോണ്ട്, ആ ടെർമിനൽ ബോണ്ടിൽ ഇവിടെ എക്സ് വന്നു. ഇനി അടുത്തൊരു കേസ്, ഇതേപോലൊരു ഹൈഡ്രോകാർബൺ ചെയിൻ, ആ ചെയിനിന്റെ ടെർമിനൽ പൊസിഷനിൽ വൈ വന്നു. ഈ എക്സിനും വൈക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ എക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയില് കാർബണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവാണ് എക്സ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഹൈഡ്രോകാർബൺ ചെയിനിന്റെ ടെർമിനൽ പൊസിഷനില് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം എക്സ്, ആറ്റമാവാം ആറ്റം ഗ്രൂപ്പ് ആവാം, വന്നു. ആ എക്സിന്റെ പ്രത്യേകത, ആ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിന്റെ പ്രത്യേകത ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ കാർബണിനേക്കാൾ കൂടുതലാണ്. സോ ആ ബോണ്ട് രണ്ട് കോവാലന്റ് ബോണ്ടാണ്, രണ്ടുപേരും ചേർന്ന് ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോൺ പെയർ ആയിരുന്നു. പക്ഷെ ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇവിടെ കൂടുതലായതുകൊണ്ട് ഈ ഷെയർ ചെയ്ത ഇലക്ട്രോണിന് ഇങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി, ആ എക്സിന്റെ അടുത്തേക്ക് പോകാനുള്ള ടെൻഡൻസി. അപ്പം അത് കാരണം ഇവിടെ ചെറിയൊരു നഷ്ടം, ചെറിയൊരു ലാഭം. അപ്പം ബോണ്ട് പോളാറായി. കണ്ടോ, അതിന്റെ പോളിൽ മാത്രമായിട്ട് ചാർജ് ഡെവലപ്പ് ചെയ്തു, അതുകൊണ്ട് ബോണ്ട് പോളാറായി. എങ്ങനെ ബോണ്ട് പോളാറായത്? ടെർമിനൽ പൊസിഷനിലെ ഹൈഡ്രജൻ മാറി പകരം മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് വന്നു. അങ്ങനെ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് വന്നപ്പോഴത്തേക്ക് ആ ബോണ്ട് പോളാറായി. അപ്പൊ ഇവിടെ പോളാർ ആയതുകൊണ്ട് ഇവിടെ ചെറിയ പോസിറ്റീവ്. നേരത്തെ നോക്കി ഈ കാർബണിനും ഒരേ ഇലക്ട്രോ നെഗറ്റിവിറ്റി അർത്ഥമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ചെറിയൊരു പോസിറ്റീവ് വന്നതുകൊണ്ട് ഇലക്ട്രോൺ അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി. അപ്പൊ ഇവിടെ അതിനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ഡെവലപ്പ് ചെയ്യും. അത് കാരണം ഈ കാർബണിൽ അതിനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ഡെവലപ്പ് ചെയ്യും, അത് ഇങ്ങോട്ട് ഇൻഡ്യൂസ് ചെയ്തു പോകും. അങ്ങനെ ആ ടെർമിനൽ പോളാരിറ്റി എൻഡ് കാർബൺ വരെ ഇൻഡ്യൂസ് ചെയ്തു പോകും. ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഐ എഫക്റ്റ്. സോ വാട്ട് ഈസ് ഐ എഫക്റ്റ്? ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടെർമിനൽ പോളാരിറ്റി എൻഡ് കാർബണിലേക്ക് ഇൻഡ്യൂസ് ചെയ്തു പോകുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഐ എഫക്റ്റ്. ടെർമിനൽ ബോണ്ട് പോളാറായി, ആ പോളാരിറ്റി എൻഡ് കാർബൺ വരെ ഇൻഡ്യൂസ് ചെയ്തു പോകുന്ന എഫക്റ്റിനെ പറയുന്ന പേരാണ് ഐ എഫക്റ്റ്. സോ നമ്മൾ പറഞ്ഞു, ഒരു ഹൈഡ്രോകാർബൺ ചെയിനിന്റെ ടെർമിനൽ പൊസിഷനിൽ ഹൈഡ്രജൻ മാറി പകരം എക്സിന്റെ പ്രത്യേകത കാർബണിനേക്കാൾ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ആ ബോണ്ട് പോളാറായി. ആ പോളാരിറ്റി എന്ന് പറയുന്നത് എൻഡ് കാർബൺ വരെ ഇൻഡ്യൂസ് ചെയ്ത് പോകുന്ന എഫക്റ്റിനെ വിളിക്കുന്നത് ഐ എഫക്റ്റ്. ഈ വൈയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വൈയുടെ പ്രത്യേകത കാർബണിനേക്കാൾ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. സോ ഇലക്ട്രോൺ ഇങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പൊ ഇവിടെ ചെറിയൊരു നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, ഇവിടെ ചെറിയ നെഗറ്റീവ് ചാർജ്. ആ നെഗറ്റീവ് ഇതിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പൊ ഇവിടെ അതിനേക്കാൾ ചെറിയ നെഗറ്റീവ്, അത് ഇങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പൊ ഈ എഫക്റ്റിനെ പറയുന്ന പേരാണ് ഐ എഫക്റ്റ്. സോ വാട്ട് ഈസ് ഐ എഫക്റ്റ്? ഐ എഫക്റ്റ് വളരെ പതുക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഹൈഡ്രോകാർബൺ ചെയിനിന്റെ ടെർമിനൽ ബോണ്ട് ആ ടെർമിനൽ പൊസിഷനിലെ ഹൈഡ്രജന് പകരം മോർ ഇലക്ട്രോ നെഗറ്റീവ് അല്ലെങ്കിൽ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് വരും. അങ്ങനെ വന്നാൽ ആ ബോണ്ട് പോളാർ ബോണ്ട് ആവുന്നു. ആ പോളാരിറ്റി എൻഡ് കാർബൺ വരെ ഇൻഡ്യൂസ് ചെയ്തു പോകുന്ന എഫക്റ്റിനെ പറയുന്ന പേരാണ് ഐ എഫക്റ്റ്. ടെർമിനൽ പോളാരിറ്റി, ആ ടെർമിനൽ ബോണ്ട് പോളാർ ആവാനുള്ള കാരണം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹൈഡ്രജനേക്കാൾ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് കാർബണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർബണിനേക്കാൾ കുറച്ച്
കുറഞ്ഞ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് വരുമ്പോൾ ആ ബോണ്ട് പോളാറാവും. ആ പോളാരിറ്റി എൻഡ് കാർബൺ വരെ ഇൻഡ്യൂസ് ചെയ്ത് പോകുന്ന എഫക്റ്റിനെ വിളിക്കുന്ന ഐ എഫക്ട്. ഞാൻ ഈ പറഞ്ഞ ഐ എഫക്ട് പ്ലസ് ഐയും വരാം മൈനസ് ഐയും വരാം. പ്ലസ് ഐ എന്ന് പറയുമ്പോൾ എന്താ പ്ലസ് ഐ? പ്ലസ് ഐ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? പ്ലസ് ഐ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ഇറ്റ്വാർഡ്സ്, അതായത് ഇലക്ട്രോൺ പുഷസ് ഇറ്റ്വാർഡ്സ് കാർബൺ ചെയിൻ. ഇലക്ട്രോൺ പുഷസ് ടുവാർഡ്സ് കാർബൺ ചെയിൻ. പുഷസ് ഇറ്റ്വാർഡ്സ് കാർബൺ ചെയിനെ വിളിക്കുന്ന പേരാണ് പ്ലസ് ഐ എഫക്ട്. ഇലക്ട്രോൺ പുഷസ് ടുവാർഡ്സ് കാർബൺ ചെയിൻ. ഇലക്ട്രോൺ പുഷസ് ടുവാർഡ്സ് കാർബൺ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്ലസ് ഐ എഫക്ട്. ഇലക്ട്രോൺ റിലീസിംഗ്. അടുത്ത ടെർമിനൽ പൊസിഷൻ, അവിടെ പുഷസ് away from carbon chain. Electron pushes away from carbon chain. Electron pushes away from carbon chain ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മൈനസ് ഐ എഫക്ട്. ഇപ്പൊ രണ്ട് എഫക്ട് ഞാൻ പറഞ്ഞു, മൈനസ് ഐ എഫക്റ്റും പറഞ്ഞു, പ്ലസ് ഐ എഫക്റ്റും പറഞ്ഞു. അപ്പൊ ഇലക്ട്രോൺ വിഡ്രായിങ് മൈനസ് ഐ ഗ്രൂപ്പും, ഇലക്ട്രോൺ റിലീസിംഗ് പ്ലസ് ഐ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും, ഇലക്ട്രോൺ വിഡ്രായിങ് എഫക്റ്റും ഉണ്ട്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ്, ഇലക്ട്രോൺ വിഡ്രായിങ് എഫക്റ്റ്. ഓക്കെ, അപ്പം ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓർ ഐ എഫക്റ്റ്. ഇപ്പൊ ഐ എഫക്റ്റ് ആണ് പറയുന്നത്. ഐ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഹൈഡ്രോകാർബൺ ചെയിൻ, ആ ഹൈഡ്രോകാർബൺ ചെയിനിന്റെ ടെർമിനൽ ബോണ്ട് പോളാർ ആവുന്നു. ആ പോളാരിറ്റി എൻഡ് കാർബൺ വരെ ഇൻഡ്യൂസ് ചെയ്ത് പോകുന്ന എഫക്റ്റിനെ പറയുന്ന പേരാണ് ഐ എഫക്റ്റ്. അത് പ്ലസ് ഐ എഫക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, pushes, electron pushes towards carbon chain. Electron pushes towards carbon chain ആണെങ്കിൽ അത് പ്ലസ് ഐ എഫക്റ്റും, ഇലക്ട്രോൺ പുഷസ് away from carbon chain ആണെങ്കിൽ അത് മൈനസ് ഐ എഫക്റ്റ്. ശ്രദ്ധിച്ചു നോക്കുക, പ്ലസ് ഐ മൈനസ് ഐ മനസ്സിലാക്കിയാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ ടെർമിനൽ പൊസിഷനിലെ ചെയിനാ ഞാൻ പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടാണ് പുഷ് ചെയ്യുന്നെങ്കിൽ ചെയിനിലല്ല, ആ ചെയിനിൽ നിന്ന് എവേ ആണ് പുഷ് ചെയ്യുന്നെങ്കിലാണ് ഞാൻ പറഞ്ഞ എഫക്റ്റ് മൈനസ് ഐ എഫക്റ്റ്. അവരെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ വിഡ്രായിങ് ഗ്രൂപ്പ്. അവരെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ വിഡ്രായിങ് ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ ഹൈഡ്രോകാർബൺ ചെയിന് ആ ചെയിനിന്റെ ആ ഷെയർ ചെയ്ത ഇലക്ട്രോൺ away from carbon chain ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ വിഡ്രായിങ് ഗ്രൂപ്പ്, മൈനസ് ഐ എഫക്റ്റ്. ഇൻഡ്യൂസ് ചെയ്ത് പോകുന്ന ചാർജ് പ്ലസ് ചാർജ്. അടുത്ത വന്നത് വൈ ആണ്. അപ്പൊ ഇങ്ങോട്ട് പുഷ് ചെയ്യും, അതിനെ വിളിക്കുന്നതാണ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയും. അതാണ് പ്ലസ് ഐ എഫക്റ്റ്. അപ്പൊ രണ്ട് എഫക്റ്റ് ക്ലിയർ ആയോ? ഐ എഫക്റ്റ് രണ്ടെണ്ണം, മൈനസ് ഐ എഫക്റ്റും പ്ലസ് ഐ എഫക്റ്റ്. നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞാൻ ഐ എഫക്റ്റിനെ പറഞ്ഞു നിർത്തുകയാണ്. എല്ലാവരും വന്നു കാണും. ടെർമിനൽ പൊസിഷൻ ബോണ്ട് പോളാറായി, ആ പോളാരിറ്റി ചെയിനിന്റെ എൻഡ് വരെ ഇൻഡ്യൂസ് ചെയ്ത് പോകുന്ന എഫക്റ്റിനെ വിളിക്കുന്നവരാണ് ഐ എഫക്റ്റ്. ആ ഐ എഫക്റ്റ് നിങ്ങൾക്ക് പ്ലസ് ഐയും കാണാം, മൈനസ് ഐയും കാണാം. പ്ലസ് ഐ ആണെങ്കിൽ ചെയിൻ പുഷസ്, ഇവിടെ മൈനസ് ചാർജ് വരും, ആ മൈനസ് ഇൻഡ്യൂസ് ചെയ്ത് പോകും. ഇനി away from carbon chain, electron pushes away from carbon chain, അപ്പോൾ പ്ലസ് ചാർജ് വരും, ആ പ്ലസ് ചാർജ് ഇൻഡ്യൂസ് ചെയ്ത് പോകും. അതിനെ വിളിക്കുന്നത് മൈനസ് ഐ എഫക്റ്റ്. അപ്പൊ പ്ലസ് ഐ എഫക്റ്റുമായി മൈനസ് ഐ എഫക്റ്റുമായി. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, പ്ലസ് ഐ കാണിക്കുന്നത് ആരൊക്കെ, അതിന്റെ ഓർഡർ.
പ്ലസ് ഐ എഫക്ട് കാണിക്കുന്നവരാരൊക്കെ, ഏതൊക്കെ ഗ്രൂപ്പാണ് പ്ലസ് ഐ കാണിക്കുന്നത് അതിന്റെ ഓർഡറും ഏതൊക്കെ ഗ്രൂപ്പാണ് മൈനസ് ഐ കാണിക്കുന്നത് അതിന്റെ ഓർഡറാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പ്ലസ് ഐ കാണിക്കുന്ന ഗ്രൂപ്പ് ഇലക്ട്രോൺ പ്ലസ് ഐ കാണിക്കുന്ന ഗ്രൂപ്പ് ഏതൊക്കെ, മൈനസ് ഐ കാണിക്കുന്ന ഗ്രൂപ്പ് ഏതൊക്കെ, അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഒന്ന് മെയിൻ ആയിട്ട് നമ്മൾ മൈനസ് ഐ ഗ്രൂപ്പ് പറയാം. മൈനസ് ഐ കാണിക്കുന്ന ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൈനസ് ഐ കാണിക്കുന്ന ഗ്രൂപ്പ് ഒന്ന് റാഡിക്കൽ, ഏറ്റവും കൂടുതൽ കാണിക്കുന്ന റാഡിക്കൽ 3 റാഡിക്കൽ നൈട്രജൻ കണ്ടോ, R3N ഏറ്റവും കൂടുതൽ കാണിക്കുന്ന മൈനസ് ഐ കാണിക്കുന്നത്. Then NO2 നോട്ട് ചെയ്തിട്ടുള്ള then മൈനസ് ഐ ഗ്രൂപ്പാണ് പറയുന്നത്. മൈനസ് ഐ ഗ്രൂപ്പാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ മൈനസ് ഐ കാണിക്കുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ് കാണുന്നത്. അതിന്റെ ഓർഡർ ആണ് പറയുന്നത്. ആ കൊണ്ടുപോകാനുള്ള കഴിവ്, അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കഴിവിന്റെ ഓർഡർ ആണ് നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ RPN, then NO2, then CN minus, then OIC acid, COH group, then chlorine, പിന്നെ ക്ലോറിനെ, ബ്രോമിനെ, അയഡിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതാണ് ഐ എഫക്റ്റിന്റെ ഓർഡർ. ഇനിയും ഗ്രൂപ്പാണ് C6H5. ഇതാണ് മൈനസ് ഐ എഫക്റ്റിന്റെ ഓർഡർ. മൈനസ് ഐ എഫക്റ്റിന്റെ ഓർഡർ അത് നോട്ട് ചെയ്തിട്ടേക്കുക. മൈനസ് ഐ ഒന്നുകൂടെ നോക്കിയാൽ ഞാൻ ഇവിടെ വരച്ചിട്ടേക്കാം. മൈനസ് ഐ എഫക്റ്റ് ഹൈഡ്രോകാർബൺ ചെയിൻ, ആ ചെയിനിന്റെ എൻഡ് ടെർമിനൽ പൊസിഷനിൽ ഹൈഡ്രജന് പകരം ഹാലജനായി അത് പുഷസ് ടുവാർഡ്സ് ഹാലജൻ. ഇവിടെ ചെറിയൊരു ഇതാണ് മൈനസ് ഐ എഫക്റ്റ്. ഈ മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ് കാണിച്ചിരിക്കുന്നത്. നൈട്രോ ഗ്രൂപ്പ്, നൈട്രൈല്, ആസിഡ്, then ഫ്ലോറിൻ, then ക്ലോറിൻ, then ബ്രോമിൻ, അയഡിൻ, മെത്തോക്സി, ആൽക്കഹോൾ, OH, then ഫിനൈൽ ഗ്രൂപ്പ്. ഇതാണ് മൈനസ് ഐ ഗ്രൂപ്പ് കാണിക്കുന്നത്. പ്ലസ് ഐ, ഫസ്റ്റ് പ്ലസ് ഐ കാണിക്കുന്നത് കാണുന്നില്ല. അപ്പൊ പ്ലസ് ഐ ഞാൻ മേളിലോട്ട് ഇടാം. പ്ലസ് ഐ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് പറയുന്നത്. ഇലക്ട്രോൺ റിലീസിംഗ് എഫക്ട്. ഹൈഡ്രോകാർബൺ ചെയിനിന്റെ ടെർമിനൽ ടുവാർഡ്സ് കാർബൺ, electron pulls towards carbon chain, that is called the plus I effect. Electron pushes towards carbon chain പറയുന്ന പേരാണ് plus I effect. അതിന്റെ ഓർഡർ O മൈനസ്, then COO ഗ്രൂപ്പ്, then tertiary, then കാർബൺ ആണ്, സെക്കൻഡറി മീഥൈൽ, ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് എപ്പോഴും എന്താ ഐ എഫക്ട് കാണിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്. ഞാൻ അങ്ങോട്ട് പോകും, നിങ്ങൾക്ക് അറിയാം റാഡിക്കലിന്റെ ചെയിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് പ്രൊപ്പൈൽ, ഈഥൈൽ, അതായത് ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് ഐ എഫക്ട് കാണിക്കുന്നത്. പ്ലസ് ഐ കാണിക്കുന്ന ഗ്രൂപ്പുകൾ നോക്കിയിട്ടൊക്കെ പ്ലസ് ഐ കാണിക്കുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഓർക്കുന്നാൽ മതി. റാഡിക്കൽ ആണ് പ്ലസ് ഐ കാണിക്കുന്നത്. റാഡിക്കൽ പ്ലസ് ഐ കാണിക്കുന്ന ഗ്രൂപ്പ് റാഡിക്കൽ ആണ്. അപ്പൊ പ്ലസ് ഐ പറഞ്ഞു, മൈനസ് ഐ പറഞ്ഞു, ശ്രദ്ധിച്ചിരിക്കുക. പ്ലസ് ഐയും മൈനസ് ഐ. സോ ഓക്കെ പ്ലീസ്. ഐ എഫക്റ്റ് ആണ് ഇലക്ട്രോൺ റിലീസിംഗ് എഫക്റ്റും ഇലക്ട്രോൺ പ്ലസ് ഐ. ഞാൻ ഐ എഫക്റ്റ്
അത് പറഞ്ഞതാണ് ഇൻഡക്റ്റീവ് എഫക്ട്. നമുക്കറിയാം ഹൈഡ്രോ കാർബൺ ചെയിൻ, ആ ചെയിൻ എൻഡ് പൊസിഷനിൽ ഹൈഡ്രജൻ ആയിരുന്നു. ആ ഹൈഡ്രജൻ പകരം ഇലക്ട്രോ നെഗറ്റീവ് അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് ആ ബോണ്ട് മാത്രം പോളാറായി ആ പോളാരിറ്റി എൻഡ് കാർബൺ വരെ ഇൻഡ്യൂസ് ചെയ്ത് പോകുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഐ എഫക്ട്. അതൊരു പെർമനന്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ്. പെർമനന്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ്. ഒരു പെർമനന്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ് ഐ എഫക്ട്. ഐ എഫക്ട് ഈസ് എ പെർമനന്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്. ആ എൻഡ് കാർബൺ ചെയിൻ പോളാർ ആവും. ആ പോളാരിറ്റി ടെർമിനൽ പൊസിഷനിലെ പോളാരിറ്റി അടുത്ത എൻഡ് വരെ ഇൻഡ്യൂസ് ചെയ്തു പോകുന്ന എഫക്റ്റിനെ പറയുന്ന പേരാണ് ഐ എഫക്ട്. അത് പ്ലസ് ഐ ആവാം, മൈനസ് ഐ ആവാം. പ്ലസ് ഐ ആണെങ്കിൽ ഇങ്ങോട്ട് പുഷ് ചെയ്യും, മൈനസ് ഐ ആണെങ്കിൽ ഇങ്ങോട്ട് പുഷ് ചെയ്യും. ഞാൻ പറഞ്ഞു പ്ലസ് ഐ ഉള്ള ഗ്രൂപ്പ് ഏതൊക്കെ, മൈനസ് ഐ ഉള്ള ഗ്രൂപ്പ് ഏതൊക്കെ. പ്ലസ് ഐയുടെ ഓർഡർ പറഞ്ഞു, മൈനസ് ഐയുടെ ഓർഡർ പറഞ്ഞു. മൈനസ് ഐയുടെ ഓർഡർ NO2 CN അങ്ങനെ ഒരു ഓർഡർ പറഞ്ഞു. ദെൻ പ്ലസ് ഐയുടെ ഓർഡർ പറഞ്ഞു. പ്ലസ് ഐ ശ്രദ്ധിക്കാൻ റാഡിക്കൽ ആണ് പ്ലസ് ഐയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐ എഫക്ട് എവിടൊക്കെ അപ്ലൈ ചെയ്യാം. ഒന്ന്, കാർബ് കാറ്റോണിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, കാർബ് കാറ്റോണിന്റെ സ്റ്റെബിലിറ്റി, ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഐ എഫക്ട് ഉപയോഗിക്കാം. അപ്പൊ റിയാക്ഷന്റെ സ്പീഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഐ എഫക്ട് ഉപയോഗിക്കാം. അതായത് ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, കാർബ് കാറ്റോണിന്റെയും കാർബാനോണിന്റെ ഒക്കെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഐ എഫക്ട്, പ്ലസ് ഐ എഫക്ട്, മൈനസ് ഐ എഫക്ട് ഒക്കെ ഉപയോഗിക്കാമെങ്കിൽ റിയാക്ഷന്റെ സ്പീഡ് പറയാൻ വേണ്ടി നമുക്ക് ഏത് എഫക്റ്റിനെ യൂസ് ചെയ്യാം? ഐ എഫക്റ്റിനെ യൂസ് ചെയ്യാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വന്നിട്ട് കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ എഫക്ട് ഉപയോഗിക്കാം. അമീൻസിന്റെ ബേസിക് സ്ട്രെങ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ എഫക്ട് ഉപയോഗിക്കാം. ന്യൂക്ലിയോഫിലിക് അഡീഷൻ, കാർബണൈൽ ഗ്രൂപ്പിന്റെ ന്യൂക്ലിയോഫിലിക് അഡീഷനിലെ റിയാക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഇവിടെ നമുക്ക് ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും റിയാക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ എഫക്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹാലോ ആൽക്കൈൻസ് നോർമൽ കറസ്പോണ്ടിങ് ആൽക്കൈനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആയത് എന്തുകൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഐ എഫക്ട് ഉപയോഗിക്കാം. അപ്പം ഐ എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഞാൻ ഒരു 3 പറഞ്ഞു. ഒന്ന്, ഐ എഫക്ട് ഉപയോഗിച്ച് ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് കാർബ് കാറ്റോണിന്റെയും കാർബാനോണിന്റെ ഒക്കെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏത് എഫക്ട് ഉപയോഗിക്കാം? ഐ എഫക്ട് ഉപയോഗിക്കാം. സോ ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചിരിക്കും റിയാക്ഷന്റെ സ്പീഡ്. സോ റിയാക്ഷന്റെ ഒക്കെ സ്പീഡ് അല്ലെങ്കിൽ റിയാക്ഷന്റെ റിയാക്ടിവിറ്റി, ചില കോമ്പൗണ്ട്സിന്റെ റിയാക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഐ എഫക്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, കാർബണൈൽ ഗ്രൂപ്പിന്റെ ന്യൂക്ലിയോഫൈലിനോടുള്ള അറ്റാക്ക്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ, അത് ഐ എഫക്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഹാലോ ആൽക്കൈൻസിന്റെ റിയാക്ടിവിറ്റി വേണമെങ്കിൽ നമുക്ക് ഐ എഫക്ട് വെച്ച്, അപ്പൊ ഞാൻ 2 റിയാക്ടിവിറ്റി പറഞ്ഞു. ഒന്ന്, കാർബണൈൽ ഗ്രൂപ്പിന്റെ ന്യൂക്ലിയോഫിലിക് അഡീഷന്റെ താല്പര്യം ഐ എഫക്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. 2, ഹാലോ ആൽക്കൈൻസിന്റെ ആൽക്കൈൽ ഹാലൈഡിന്റെ റിയാക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഐ എഫക്ട് ഉപയോഗിക്കാം. പിന്നെ അടുത്ത, കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അമീനിന്റെ ബേസിക് സ്ട്രെങ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഐ എഫക്ട് ഉപയോഗിക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ആയിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്, ഐ എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇന്ന് പഠിച്ച ആദ്യത്തെ ടോപ്പിക് ഐ എഫക്റ്റ് ആണ്. ഐ എഫക്റ്റ് ഇത്ര സമയം എടുത്ത് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ, നമുക്ക് ആകെ 4 എഫക്റ്റേ ഉള്ളൂ. ഇതാണ് ബേസ്, ബാക്കി റൂട്ട് മാപ്പ് വരയ്ക്കാനൊക്കെ ഉള്ളൂ. അത് പെട്ടെന്ന് വരച്ചിട്ടാൽ തന്നെ നിങ്ങളൊന്ന് എഴുതിയിട്ടാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യമേ മെക്കാനിസം നല്ലപോലെ മനസ്സിലാക്കിയാൽ ഓർഗാനിക് പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് പറയുന്നത്. ഐ എഫക്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെർമിനൽ പൊസിഷനിലെ ഹൈഡ്രജന് പകരം മോർ ഓർ ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് വരുമ്പോഴത്തേക്ക് ആ ടെർമിനൽ പൊസിഷൻ പോളാർ ആവും. ആ പോളാരിറ്റി എൻഡ് വരെ ഇൻഡ്യൂസ് ചെയ്ത് പോകുന്ന എഫക്റ്റിനെ പറയുന്ന പേരാണ് ഐ എഫക്റ്റ്. അത് പ്ലസ് ഐയും ഉണ്ട്, മൈനസ് ഐയും ഉണ്ട്. പ്ലസ് ഐ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് ഞാൻ ബോർഡിൽ വരച്ചു. ഓക്കെ, ദെൻ
പ്ലസ് ഐ എഫക്റ്റും മൈനസ് ഐ എഫക്റ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. രണ്ടാമത്തെ എഫക്റ്റ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ്. സെക്കൻഡ് വൺ ഈസ് വാട്ട്? ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ് സെക്കൻഡ് പറയാനുള്ള ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇ എഫക്റ്റ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് ഓർ ഇ എഫക്റ്റ്. ഇവിടെ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇത് സിഗ്മയും ആണ്, ഇതെന്താ പൈയും ആണ്. ഇവിടെ നോക്കിക്കോ, ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വരും. ഇവിടെ വന്ന് അറ്റാക്കിംഗ് റിയേജന്റ് എച്ച് പ്ലസ് ആണ്. എച്ച് പ്ലസ് എന്ന് പറയുമ്പോൾ എച്ചിന് ആകെ ഉള്ളത് ഒരു ഇലക്ട്രോൺ ആണ്. അപ്പൊ എച്ച് പ്ലസ് ആവുമ്പോഴത്തേക്ക് ആ ഇലക്ട്രോൺ കൂടി ഇല്ലാതാവും. ഹൈഡ്രജൻ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് ആ എച്ച്. അപ്പൊ ഹൈഡ്രജൻ പ്രോട്ടോൺ ആവുമ്പോഴത്തേക്ക് ആ ഉള്ള ഒരു ഇലക്ട്രോൺ കൂടെ പോയി, അതാ എച്ച് പ്ലസ്. അപ്പൊ എച്ച് പ്ലസ് വന്ന് ഡിമാൻഡ് ചെയ്യുക, വന്ന് ഡബിൾ ബോണ്ട് ഉള്ള ഒരു സ്പീഷീസിന്റെ അടുത്ത് വന്ന് ഡിമാൻഡ് ചെയ്യുക, ഞാനിവിടെ വന്നോട്ടെ, എന്റെ അടുത്തോട്ട് ഞാനിവിടെ വന്നോട്ടെ ചോദിക്കുക. ശരി, വന്നോ. എങ്ങനെ വരുന്നേ? പൈ ഇലക്ട്രോൺ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ പൈ ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് എച്ചിനെ വാങ്ങിക്കുന്നുണ്ടാകും. അപ്പൊ ഇയാൾക്കെല്ലാം കൂടെ അല്ലായിരുന്നു പൈ, ഈ കാർബണിന്റെ കൂടെ അല്ലായിരുന്നു പൈ. മൊത്തത്തിൽ പോയപ്പോഴത്തേക്ക് ചെറിയ പോസിറ്റീവായി, ഇയാൾ പോസിറ്റീവായി. അപ്പം by the demand of an attacking reagent, the complete transfer of pi electron, by the demand of an attacking reagent, അതിനെ പറയുന്നവരാണ് ഈ എഫക്റ്റ്. അപ്പം കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺ ബൈ ദ ഡിമാൻഡ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ് ഈസ് കാൾഡ് ഇ എഫക്റ്റ്. അപ്പൊ ആ ഇ എഫക്റ്റും രണ്ട് തരത്തിലാണ് നമുക്കുള്ളത്. പ്ലസ് ഇ ഉണ്ട്, മൈനസ് ഇ ഉണ്ട്. ഇവിടെയും രണ്ട് തരത്തിലുണ്ട്, പ്ലസ് ഇ എഫക്റ്റും ഉണ്ട്, മൈനസ് ഇ എഫക്റ്റും ഉണ്ട്. അപ്പൊ ഇലക്ട്രോമെറിക് എഫക്റ്റും രണ്ട് കാറ്റഗറി ഉണ്ട്, പ്ലസ് ഇ എഫക്റ്റും ഉണ്ട്, മൈനസ് ഇ എഫക്റ്റും ഉണ്ട്. ഇനി എന്താണ് പ്ലസ് ഇ എഫക്റ്റ്, എന്താണ് മൈനസ് ഇ എഫക്റ്റ്? പ്ലസ് ഇ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയേ, ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങോട്ട്? അറ്റാക്കിംഗ് റിയേജന്റിന്റെ അടുത്തോട്ടാണ്. The complete transfer of pi electron towards the attacking reagent, അതാണ് പ്ലസ് ഇ എഫക്റ്റ്. അപ്പൊ മൈനസ് ഇ എഫക്റ്റ് എന്താ? മൈനസ് ഇ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സി എൻ മൈനസ് ഇലക്ട്രോണും കൊണ്ടാ വരുന്നത്. ഇലക്ട്രോണും കൊണ്ട് വന്ന് ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയേ, ഡിമാൻഡ് ചെയ്യുന്ന ആളുടെ എവയാണ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ, അതിനെ വിളിക്കുന്നവരാണ് മൈനസ് ഇ എഫക്റ്റ്. അപ്പം സിമ്പിൾ ആണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഞാൻ നിർത്തുകയാണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് ഈസ് ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് ബൈ ദ ഡിമാൻഡ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. അറ്റാക്കിംഗ് റിയേജന്റ് വന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ പൈ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. പൈ ഇലക്ട്രോൺസ് മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന ഒരു എഫക്റ്റ് ആണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. അതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. ഐ എഫക്റ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇത് ടെമ്പററി എഫക്റ്റ് ആണ്. ഐ എഫക്റ്റ് പെർമനന്റ് എഫക്റ്റ് ആണ്. അവിടെ പാർഷ്യൽ ഷിഫ്റ്റിംഗേ ഉള്ളൂ, ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഐ എഫക്റ്റും ഇ എഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം, ഐ എഫക്റ്റ് പെർമനന്റ് ആണ്, ഇ എഫക്റ്റ് ടെമ്പററി ആണ്. ഐ എഫക്റ്റിൽ പാർഷ്യൽ ട്രാൻസ്ഫറേ ഉള്ളൂ സിഗ്മ ഇലക്ട്രോൺസ്. സിഗ്മ ഇലക്ട്രോൺസിന്റെ പാർഷ്യൽ ട്രാൻസ്ഫറേ ഉള്ളൂ ഐ എഫക്റ്റിൽ. പക്ഷേ ഇവിടെ ഇലക്ട്രോമെറിക് എഫക്റ്റിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺ, ഇനി ഈ എഫക്റ്റിന്റെ ഒരു ഡിമാൻഡുകളുണ്ട്, അറ്റാക്കിംഗ് റിയേജന്റ് മസ്റ്റ് ആണ്. ഐ എഫക്റ്റിൽ അറ്റാക്കിംഗ് റിയേജന്റ് വേണ്ട.
ഇനി ഈ എഫക്റ്റിന് ഒരു പ്രത്യേകത, മൾട്ടിപ്പിൾ ബോണ്ട് വേണം. ഈ എഫക്റ്റിൽ മൾട്ടിപ്പിൾ ബോണ്ട് വേണം. അപ്പൊ പ്ലസ് ഇ എന്താണെന്ന് മനസ്സിലായി, മൈനസ് ഇ എന്താണെന്ന് മനസ്സിലായി. എന്താ പ്ലസ് ഇ? പൈ ഇലക്ട്രോൺ ഡിമാൻഡ് ചെയ്യുന്ന ആളുടെ അടുത്തോട്ട് പോകണമെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പ്ലസ് ഇ എഫക്ട്. പൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടുവേർഡ്സ് ദ ഡിമാൻഡിംഗ് ഏജന്റ്, പ്ലസ് ഇ എഫക്ട്. പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് എവേ, ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എവേ പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് മൈനസ് ഇ എഫക്ട്. അപ്പൊ നോക്കിക്കോളാം, പ്ലസ് ഇ എഫക്റ്റും മൈനസ് ഇ എഫക്റ്റും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, പ്ലസ് ഇ മൈനസ് ഇ. അപ്പൊ വരുന്ന ആള് ഇലക്ട്രോൺ ഇല്ലാതെ വരുവാണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ, ഡെഫിഷ്യന്റ് ആണെങ്കിൽ അത് എപ്പോഴും പ്ലസ് ഇ. വരുന്ന ആള് റിച്ച് ആണെങ്കിൽ, ഇലക്ട്രോൺ റിച്ച് ആണെങ്കിൽ എപ്പോഴും മൈനസ് ഇ. അത് കാണുമ്പോഴേ അറിയാം പ്ലസ് ഇ ആരാ മൈനസ് ഇ ആരാ. വരുന്ന ആള് വേണം, എനിക്ക് ഇലക്ട്രോണിനെ വേണം, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെങ്കിൽ അയാൾ പ്ലസ് ഇയും, റിച്ച് ആയിട്ടാ വരുന്നെങ്കിൽ അത് മൈനസ് ഇ. അത് പറയേണ്ട ആവശ്യമില്ല, പ്ലസ് ഇ കാണുമ്പോൾ അറിയാം മൈനസ് ഇ. പിന്നെ ഐ എഫക്റ്റും ഈ എഫക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഐ എഫക്ട് എന്താ, ഈ എഫക്ട് എന്താ? ഐ എഫക്ട് പെർമനന്റ് ആവുമ്പോൾ ഇത് ടെമ്പററി ആണ്. ഐ എഫക്ട് സിഗ്മ ഇലക്ട്രോണിന്റെ പാർഷ്യൽ ട്രാൻസ്ഫർ ആണ്. ഇവിടെ പൈ ഇലക്ട്രോണിന്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ്. അടുത്ത ഐ എഫക്ട് നോ റിക്വയർമെന്റ് ഓഫ് അറ്റാക്കിംഗ് റിയേജന്റ്, നോ റിക്വയർമെന്റ് ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്. ഇവിടെ ഇത് രണ്ട് റിക്വയർ, അറ്റാക്കിംഗ് റിയേജന്റും വേണം, മൾട്ടിപ്പിൾ ബോണ്ടും വേണം. അറ്റാക്കിംഗ് റിയേജന്റും വേണം, മൾട്ടിപ്പിൾ ബോണ്ടും വേണം. എവിടെ? ഇ എഫക്ട്. ഓക്കെ, ഐ എഫക്ട്, ഇ എഫക്ട്. നിങ്ങൾ ഈ എഫക്ട് കണ്ടിട്ടുണ്ടാവും. ആൽഡിഹൈഡ് കീറ്റോൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ന്യൂക്ലിയോഫൈൽ വന്ന് കയറുന്നു, അപ്പൊ കാർബൺ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പൈ ട്രാൻസ്ഫർ ചെയ്യുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ന്യൂക്ലിയോഫൈല് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൽഡിഹൈഡ് കീറ്റോൺ എന്ന് പറയുന്നതിനകത്ത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഇലക്ട്രോമെറിക്കിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരും. ഇലക്ട്രോമെറിക് എഫക്ട്. ഇപ്പൊ രണ്ട് എഫക്റ്റുകൾ ഞാൻ പറഞ്ഞു, ആ രണ്ട് എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. ഇതെല്ലാം ഞാൻ അപ്ലൈ ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഈ എഫക്ട് എന്ന് പറഞ്ഞാൽ ടെർമിനൽ പോളാരിറ്റി ഇൻഡ്യൂസസ് ദ എൻഡ് ചെയിൻ. അത് ഐ എഫക്ട് പ്ലസ് ഇ, ഐ ആവാം മൈനസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലസ് ഐ ഗ്രൂപ്പ് ഏതൊക്കെ, മൈനസ് ഐ ഗ്രൂപ്പ് ഏതൊക്കെ? പ്ലസ് ഐ ഉള്ളതാര്, മൈനസ് ഐ ഉള്ളതാര്? ഇനി ഇലക്ട്രോമെറിക് എഫക്റ്റിൽ പ്ലസ് ഇയും മൈനസും. ഇനി അടുത്ത രണ്ടും സെയിം സാധനങ്ങളാണ്. റെസണൻസ് അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് മീസോമെറിക് എഫക്ട്. അടുത്തത് ഹൈപ്പർ കോൺജുഗേഷൻ. റെസണൻസ് അല്ലെങ്കിൽ മീസോമെറിക് എഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷൻ. റെസണൻസ് അടുത്ത ഹെഡിങ് റെസണൻസ് ആണ്. റെസണൻസ് പറയുമ്പം സിമ്പിൾ ആയിട്ട് പറയാം, ഒരു സിംഗിൾ സ്ട്രക്ചർ വെച്ച് നമുക്ക് ചില കോമ്പൗണ്ട് എല്ലാ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോഴേ അറിയാവുന്ന കോമ്പൗണ്ടാണ് ബെൻസീൻ. അപ്പൊ ബെൻസീൻ ഇപ്പൊ ഞാൻ വരച്ച സ്ട്രക്ചർ അല്ല, ബെൻസീന് ഒരൊറ്റ സ്ട്രക്ചറിൽ നമുക്ക് എല്ലാ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. A single structure of benzene is not enough to explain all the properties of benzene. Simple ആയിട്ട് പറഞ്ഞാൽ ഇത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ഇവിടെ വരുമ്പോൾ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഡബിൾ ബോണ്ടിന്റെ ലെങ്തും ഇതിന് സിംഗിൾ ബോണ്ടിന്റെ ലെങ്തും ആയിരിക്കണം. പക്ഷേ ബെൻസീന്റെ 6 CC ബോണ്ടിനും ഒരേ ലെങ്താണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് 134 പൈക്കോമീറ്റർ, ഇത് 154 പൈക്കോമീറ്റർ ആയിരിക്കണം അല്ലേ? പക്ഷേ രണ്ടിന്റെയും ബോണ്ട് ലെങ്ത്, എല്ലാ CC ബോണ്ടിന്റെ ബോണ്ട് ലെങ്തും ഒരേപോലെയാണ്. ബെൻസീന്റെ എല്ലാ CC ബോണ്ട് ലെങ്തും 6 CC ബോണ്ട് ലെങ്തും സെയിം ആണ്. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ഹൈലി അൺസാച്ചുറേറ്റഡ് ആണ്. പക്ഷേ
ബെൻസീൻ സാച്ചുറേറ്റഡ് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അപ്പൊ ആകെ കൊനസ്റ്റ് പിടിച്ചൊരു കോമ്പൗണ്ടായി ബെൻസീൻ. അപ്പൊ ഈ ഒരു ബെൻസീന്റെ കൊനസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ബെൻസീൻ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രോപ്പർട്ടി എല്ലാം കൂടെ ഒറ്റ സ്ട്രക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകൾ പ്രപ്പോസ് ചെയ്യാൻ പറ്റും. ഈ സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് കാനോണിക്കൽ സ്ട്രക്ചർ. A single structure is not enough to explain all the properties of certain compound. In such a case, we can use many structure to explain all the properties. ഒറ്റ സ്ട്രക്ചറിൽ ചില കോമ്പൗണ്ട് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ തദവസരങ്ങളിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകൾ എടുത്തിട്ട് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. ഈ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകളെ പറയുന്ന പേരാണ് കാനോണിക്കൽ സ്ട്രക്ചർ, റെസൊണൻസ് കാനോണിക്കൽ സ്ട്രക്ചർ. ഈ കാനോണിക്കൽ സ്ട്രക്ചറിൽ ഇങ്ങനെ ഒരുപാട് കാനോണിക്കൽ സ്ട്രക്ചറിൽ ഇനി എല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സ്ട്രക്ചറാണ്, അതിനെ വിളിക്കുന്നവരാണ് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചർ. ഇതായിരിക്കും ഏറ്റവും ലീസ്റ്റ് എനർജി പൊസസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ. അതായിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതിന്റെ എല്ലാം കൂടെ കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതിനെ വിളിക്കുന്നവരാണ് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചർ. ബെൻസീന്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചർ. ഈ ഫിനോമിനനെ പറയുന്ന പേരാണ് റെസൊണൻസ്. സിമ്പിളാ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. A single structure is not enough to explain all the properties of certain compound. In such cases, we can use two or more structure called canonical structure. ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറുകൾ നമുക്ക് എടുക്കാം. ആ സ്ട്രക്ചറുകളെ പറയുന്ന പേരാണ് കാനോണിക്കൽ സ്ട്രക്ചർ. ഈ കാനോണിക്കൽ സ്ട്രക്ചർ ഒരേ എനർജി ആയിരിക്കാം, ഒരേ എനർജി ചെറിയ വ്യത്യാസമേ വരത്തുള്ളൂ. കാനോണിക്കൽ സ്ട്രക്ചറിന്റെ എല്ലാ എനർജി ഒരുപോലെ ആയിരിക്കാം, ചെറിയ വ്യത്യാസം വരികയും ചെയ്യും. എന്തായാലും ശരി, ഇതിന്റെ എല്ലാം കൂടെ കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടൊരു സ്ട്രക്ചർ വരും. ഇതാണ് ആ കോമ്പൗണ്ടിന്റെ യഥാർത്ഥ സ്ട്രക്ചർ. ഇതിന്റെ എല്ലാം കൂടെ കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടൊരു സ്ട്രക്ചർ വരും, അതായിരിക്കും അതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിനെ വിളിക്കുന്നവരാണ് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചർ, അല്ലെങ്കിൽ ലീസ്റ്റ് എനർജി പൊസസ്ഡ് സ്ട്രക്ചർ, മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നല്ല വശങ്ങൾ, ഇതിന്റെ നല്ല വശങ്ങൾ, അങ്ങനെ എല്ലാ നല്ല വശങ്ങളും കൂടെ എടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു സ്ട്രക്ചറാണ് ഹൈബ്രിഡ് സ്ട്രക്ചർ. ഓക്കെ, ഹൈബ്രിഡ് സ്ട്രക്ചറിന്റെ എനർജി ഉള്ള കാനോണിക്കൽ സ്ട്രക്ചറിൽ ഏറ്റവും കുറവായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. റെസൊണൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ സിമ്പിളി പറഞ്ഞാൽ, റെസൊണൻസ് എന്ന് പറഞ്ഞാൽ a single structure is not enough to explain all the properties of certain compound. In such a case, we can make use ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ to explain all the properties of such compound. These structure are called canonical structure. ആ canonical structureൽ അതിന്റെ എല്ലാം കൂടെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ ആണ് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചർ. ഓക്കെ, ഇനി ഞാനിപ്പം പറഞ്ഞ റെസൊണൻസ് ആണ്. നമുക്ക് വേണ്ടുന്ന റെസൊണൻസ് അല്ല, റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മീസോമറിക് എഫക്റ്റ്. ഇപ്പൊ മീസോമറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പൈയും പയ്യും തമ്മിൽ അല്ലെങ്കിൽ ലോൺ പെയറും പയ്യും തമ്മിലോ അല്ലെങ്കിൽ ലോൺ പെയറും പയ്യും തമ്മിലോ പാർഷ്യൽ കോൺജുഗേഷൻ ഉണ്ടാവും. അപ്പൊ ഇത് ഇങ്ങോട്ട് വരാം, അപ്പൊ ഇതിന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ലോൺ പെയറും പയ്യും തമ്മിലോ അല്ലെങ്കിൽ പയ്യും തമ്മിലോ പാർഷ്യൽ കോൺജുഗേഷൻ വരും. അതുവഴി ഉണ്ടാവുന്ന പെർമനന്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ്. അത് പാർഷ്യൽ കോൺജുഗേഷൻ വഴി ഉണ്ടാവുന്ന ആരൊക്കെയാണ്? ലോൺ പെയറും പയ്യും തമ്മിൽ, അല്ലെങ്കിൽ പയ്യും തമ്മിൽ, പൈ അല്ലെങ്കിൽ പയ്യും ലോൺ പെയറും തമ്മിൽ ഉണ്ടാവുന്ന പാർഷ്യൽ കോൺജുഗേഷൻ. ഇപ്പൊ റെസൊണൻസ് ഉള്ള രണ്ടിടത്ത് പൈ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരിടത്ത് പയ്യും തൊട്ടടുത്ത് ലോൺ പെയറും ഉണ്ടെങ്കിൽ അവിടെ പാർഷ്യൽ കോൺജുഗേഷൻ വരും. പാർഷ്യൽ കോൺജുഗേഷൻ ഇത് ഇങ്ങോട്ട് വരാം, അപ്പൊ ഇത് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന പാർഷ്യൽ കോൺജുഗേഷൻ ലോൺ പെയറും പൈ ഇലക്ട്രോണും തമ്മിൽ അല്ലെങ്കിൽ പൈയും തമ്മിൽ ഉണ്ടാവുന്ന പാർഷ്യൽ കോൺജുഗേഷൻ അതുവഴി ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എഫക്റ്റ്. സോ വാട്ട് ഈസ് റെസൊണൻസ് എഫക്റ്റ്? The partial electron displacement arises due to partial conjugation between pi. Electron displacement effect due to partial conjugation between pi or pi lone pair. അപ്പോൾ പൈയും ലോൺ പെയറും തമ്മിലുള്ള പാർഷ്യൽ കോൺജുഗേഷൻ അല്ലെങ്കിൽ പൈയും തമ്മിലുള്ള പാർഷ്യൽ കോൺജുഗേഷൻ അതുവഴി ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എഫക്റ്റ്. റെസൊണൻസ് എഫക്റ്റ്. രണ്ട് അടുത്ത അഡ്ജസന്റ് പൈ വന്നാലോ അല്ലെങ്കിൽ പൈയും അഡ്ജസന്റ് ലോൺ പെയറും വന്നാലോ ഒരു പാർഷ്യൽ കോൺജുഗേഷൻ ഉണ്ടാവാം. അതുവഴി ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റെസൊണൻസ് എഫക്റ്റ്. പൈയും തമ്മിലോ പൈയും ലോൺ പെയറിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന പെർമനന്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. ഓക്കെ, അപ്പൊ റെസൊണൻസ് എഫക്റ്റിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? പ്ലസ് ആറും ഉണ്ട്, മൈനസ് ആറും ഉണ്ട്. പ്ലസ് ആർ എഫക്റ്റും ഉണ്ട്, മൈനസ് ആർ എഫക്റ്റും ഉണ്ട്. അപ്പൊ നോക്കിയാൽ പ്ലസ് ആർ എന്ന് പറയുമ്പോഴത്തേക്ക് shift it. So electron displacement away from the group. Electron displacement away from the group. That's plus R. Electron displacement away from the group. That is called plus R. നമുക്ക് റെസൊണൻസ് വരയ്ക്കാൻ അറിയാമായിരിക്കുന്നു. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് away from the group ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് പ്ലസ് ആർ എഫക്റ്റ്. അപ്പൊ മൈനസ് ആർ ആകുമ്പോഴോ shift it towards the group. Shift it towards the group. അതാണ് മൈനസ് ആർ എഫക്റ്റ്. ഇപ്പൊ പ്ലസ് ആർ കാണിക്കുന്നവരാരൊക്കെ മൈനസ് ആർ കാണിക്കുന്നവരാരൊക്കെ നോട്ട് ചെയ്തോണം. പ്ലസ് ആർ എഫക്റ്റ് കാണിക്കുന്നവരാരൊക്കെ? പ്ലസ് ആർ ഗ്രൂപ്പ് ഏതൊക്കെയാ? NH2 പ്ലസ് ആർ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാ? പ്ലസ് ആർ അമീൻ, പിന്നെ പ്രൈമറി അമീന് പ്രൈമറി അമീൻ പ്ലസ് ആർ ഉള്ള ഗ്രൂപ്പുകൾ അമീന്, പ്രൈമറി അമീൻ, പിന്നെ സെക്കൻഡറി. ഇവിടെ ലോൺ പെയർ അറിയാലോ, അമീൻ. then OH ആൽക്കഹോൾ ലോൺ പെയർ ഉള്ള ഹാലജൻ, ഇതൊക്കെ പ്ലസ് ആർ ഉള്ള ഗ്രൂപ്പുകളാണ്. ഇനി മൈനസ് ആർ കാണിക്കുന്ന ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം. മൈനസ് ആർ എഫക്റ്റ് ഉള്ളത്, മൈനസ് ആർ ഗ്രൂപ്പ് ഉള്ളത് NO2 നൈട്രൈല്, കാർബണൈൽ ഗ്രൂപ്പ്, ഇവരൊക്കെയാണ് മൈനസ് ആർ ഉള്ളത്. മൈനസ് ആർ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ. അപ്പൊ പ്ലസ് ആർ ഗ്രൂപ്പും മൈനസ് ആർ. പ്ലസ് ആർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം മൈനസ് ആർ പ്ലസ് ആർ എന്ന് പറയുമ്പോൾ എന്താ? ഇലക്ട്രോൺ ഡിസ്പ്ലേസ് away from the group. പിന്നെ മൈനസ് ആർ ആകുമ്പോൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ് towards the group. Electron displaced towards the group is called the minus R effect. Electron displaced away from the group is called the plus R group. അപ്പോൾ പ്ലസ് ആർ ഗ്രൂപ്പ് ഏതൊക്കെയാണ്, മൈനസ് ആർ ഗ്രൂപ്പ് ഏതൊക്കെയാണ്, ഇതാണ് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ എഫക്റ്റ് ആണ് റെസൊണൻസ് എഫക്റ്റ്. റെസൊണൻസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. രണ്ട് സ്ട്രക്ചറുകള് റെസൊണൻസ് സ്ട്രക്ചർ ആണെങ്കിൽ, റെസൊണൻസ് ആണെങ്കിൽ അവരെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവർക്കുള്ള ആറ്റത്തിന്റെ ഒക്കെ പൊസിഷൻ സെയിം ആയിരിക്കും. റിലേറ്റീവ് പൊസിഷൻ ഒക്കെ സെയിം ആയിരിക്കും. ആറ്റത്തിന്റെ റിലേറ്റീവ് പൊസിഷൻ സെയിം ആയിരിക്കും. ഇവർ തമ്മിൽ ഒറ്റ വ്യത്യാസമേ കാണത്തുള്ളൂ, ഇലക്ട്രോണിന്റെ പൊസിഷനാണ്. രണ്ട് സ്ട്രക്ചറുകൾ റെസൊണൻസ് ആണെങ്കിൽ അവർ തമ്മിൽ വ്യത്യാസം പറഞ്ഞ് ഇലക്ട്രോണിന്റെ പൊസിഷനകത്തേ വ്യത്യാസം വരത്തുള്ളൂ. അവരുടെ ആറ്റത്തിന്റെ അറേഞ്ച്മെന്റിൽ മാറ്റം വരാൻ പാടില്ല. The ഡിഫറൻസ് ഈസ് പൊസിഷൻ ഓഫ് ഇലക്ട്രോൺ. ഇനി
അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആയിരിക്കണം. ഒറ്റ വ്യത്യാസമുള്ള ഇലക്ട്രോണിന്റെ പൊസിഷനകത്ത് മാറും. ബോണ്ടിന്റെ പൊസിഷൻ, ബോണ്ടുകളുടെ എണ്ണം സെയിം ആണ്. അപ്പൊ നോക്കിയേ, ബോണ്ടിന്റെ പൊസിഷൻ മാറാം, ഇലക്ട്രോണിന്റെ പൊസിഷൻ മാറാം. ഓക്കെ. ഇനി കനോണിക്കൽ സ്ട്രക്ചറിന്റെ എനർജി സെയിം ആണ്, എങ്ങാനും വ്യത്യാസം വരുന്നെങ്കിൽ, കാനോണിക്കൽ സ്ട്രക്ചറുകളിൽ എനർജി വ്യത്യാസം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ഉള്ളതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. പിന്നെ സ്റ്റെബിലിറ്റി കുറയുന്നപ്പോഴാ ചാർജ് സെപ്പറേഷൻ വന്നാൽ സ്റ്റെബിലിറ്റി കുറയാം. ചാർജ് സെപ്പറേഷൻ വന്നാൽ സ്റ്റെബിലിറ്റി കുറയാം. സ്ട്രക്ചറുകളുടെ ചാർജ് സെപ്പറേഷൻ വന്നാൽ സ്ട്രക്ചറുകൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, എനർജി കുറയാം. റെസൊണൻസിന്റെ എനർജി കുറയുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചു. ഇങ്ങനെ വരും. ഇപ്പൊ ഇവിടെ ചാർജ് സെപ്പറേഷൻ വന്നു. അപ്പൊ കാനോണിക്കൽ സ്ട്രക്ചറിൽ കുറെ സ്ട്രക്ചർ വെച്ചപ്പോൾ ഇതിനകത്ത് ചാർജ് സെപ്പറേഷൻ വന്നു, അതുകൊണ്ട് ഇത് ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. അതൊരു കാരണം. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് വരുന്നത് ഇലക്ട്രോൺ നെഗറ്റീവിന്റെ കൂടെ ആണെങ്കിൽ, പോസിറ്റീവ് ചാർജ് വരുന്നത് ഇലക്ട്രോൺ നെഗറ്റീവിന്റെ കൂടെ ആണെങ്കിൽ അതും പ്രശ്നമാണ്. അതുപോലെ നെഗറ്റീവ് ചാർജ് വരുന്നത് ഇലക്ട്രോൺ പോസിറ്റീവിന്റെ കൂടെ വന്നാൽ അതും പ്രശ്നം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. റെസൊണൻസിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. കാരണം ഞാൻ ഫീനോൾ പഠിപ്പിക്കാണ്ട്, കാർബോസിലിക് ആസിഡ് പഠിപ്പിക്കാണ്ട്, ബെൻസീനൊക്കെ പഠിപ്പിക്കാണ്ട്. അപ്പൊ റെസൊണൻസ് എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ അവിടെ വരുമ്പോൾ ഞാൻ പറയും. ഞാനിപ്പോ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. റെസൊണൻസ് സ്ട്രക്ചറുകളിൽ കനോണിക്കൽ സ്ട്രക്ചറിന്റെ എല്ലാം റിലേറ്റീവ് എനർജി സെയിം ആയിരിക്കണം. വ്യത്യാസമുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്, എനർജി ഏറ്റവും കുറഞ്ഞ സ്ട്രക്ചർ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും എനർജി കൂടുതൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള മാർഗം ജസ്റ്റ് ഓർത്തിരിക്കുക. ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് എനർജി കൂടുതലാണ്. പിന്നെ അടുത്തൊരു പ്രശ്നം വരുന്നത് പോസിറ്റീവ് ഇലക്ട്രോ നെഗറ്റീവിന്റെ കൂടെ വന്നാലും നെഗറ്റീവ് ഇലക്ട്രോ പോസിറ്റീവിന്റെ കൂടെ വന്നാലും പ്രശ്നമാണ്. ഈ രണ്ട് കേസും ഓർത്തിരിക്കുക റെസൊണൻസിനകത്ത്. റെസൊണൻസ് ഉപയോഗിച്ച് ഇനി നമുക്ക് റെസൊണൻസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ക്വസ്റ്റ്യൻസ്. റെസൊണൻസ് എനർജി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? കുറെ സ്ട്രക്ചർ നമ്മൾ വരച്ചില്ലേ, ഒരു കോമ്പൗണ്ടിന് കുറെ സ്ട്രക്ചർ വരച്ചു. ഇതിൽ ഏറ്റവും ലീസ്റ്റ് എനർജി പ്രോസസ് ചെയ്ത്, ഇപ്പോൾ ഇതിന്റെ എല്ലാം എനർജി വ്യത്യാസമാണെന്ന് വിചാരിക്കുക. ഇത്രയും സ്ട്രക്ചറിന്റെ എനർജി വ്യത്യാസമാണെന്ന് വിചാരിക്കുക. ഞാൻ ഇതിന്റെ ഹൈബ്രിഡും വരച്ചു. ഇതിനല്ലേ ഇതിനേക്കാൾ ഏറ്റവും എനർജി കുറവ് ഹൈബ്രിഡിനല്ലേ? ഈ സ്ട്രക്ചറുകളുടെ എനർജിയേക്കാൾ വ്യത്യാസം ഈ ഹൈബ്രിഡ് സ്ട്രക്ചറിനല്ലേ? ഹൈബ്രിഡ് സ്ട്രക്ചറിനല്ലേ എനർജി കുറവ്. ഇനി ഇതിൽ ഏറ്റവും ലീസ്റ്റ് എനർജി പ്രോസസ് ചെയ്ത കാനോണിക്കൽ സ്ട്രക്ചറും ഇതിന്റെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എനർജി. റെസൊണൻസ് എനർജി ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീസ്റ്റ് എനർജി പ്രോസസ്ഡ് കാനോണിക്കൽ സ്ട്രക്ചർ ആൻഡ് ഹൈബ്രിഡ് സ്ട്രക്ചർ. ഒന്നുകൂടെ പറയാം, കാനോണിക്കൽ സ്ട്രക്ചർ ഏതാണ്ട് എല്ലാവരുടെയും എനർജി ഒരുപോലെ ആയിരിക്കും. എങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലീസ്റ്റ് എനർജി പ്രോസസ് ചെയ്തൊരു സ്ട്രക്ചറും പിന്നെ നമ്മുടെ ഹൈബ്രിഡ് സ്ട്രക്ചറും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ വിളിക്കുന്നവരാണ് റെസൊണൻസ് എനർജി. The more the resonance energy, the more is the stability. The more the resonance energy, the more is the stability. അതുപോലെ സ്ട്രക്ചറുകളുടെ എണ്ണം കൂടുന്നതോറും സ്റ്റെബിലിറ്റി കൂടും. ഒന്നുകൂടെ ലാസ്റ്റ്, ഒറ്റ സ്ട്രക്ചറിലല്ല നമ്മൾ ചില കോമ്പൗണ്ട് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പല സ്ട്രക്ചറുകൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഈ പല സ്ട്രക്ചറുകളെ പറയുന്ന പേരാണ് കാനോണിക്കൽ സ്ട്രക്ചർ. ഈ കാനോണിക്കൽ സ്ട്രക്ചറിന്റെ എല്ലാം എനർജി സെയിം ആയിരിക്കും. എങ്ങാനും വ്യത്യാസം വന്നാൽ അതിൽ ഏറ്റവും ലീസ്റ്റ് എനർജി പ്രോസസ് ചെയ്ത സ്ട്രക്ചറും പിന്നെ ഹൈബ്രിഡ് സ്ട്രക്ചറിന്റെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരാണ് റെസൊണൻസ് എനർജി. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ least energy of least energy possessed canonical structure and hybrid structure. ഇതിനെ പറയുന്ന പേരാണ് റെസൊണൻസ് എനർജി. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വാട്ട്? റെസൊണൻസ് എനർജി. ഓക്കെ, റെസൊണൻസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 മാർഗങ്ങളുണ്ട്. ഒന്ന് ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ, പിന്നെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വാല്യൂ.
ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റെസൊണൻസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, വി ക്യാൻ കാൽക്കുലേറ്റ് റെസൊണൻസ് എനർജി. അതുപോലെ റെസൊണൻസ് ഉപയോഗിച്ച് നമുക്ക് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണോ? Alaki, please. Yes, sir. Yes, sir. ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണോ? ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ Yes. നോട്ട് ചെയ്തോ? Calculate the bond order of CO3 2-. Right, CO3 2-. C ഇതാണ് സ്ട്രക്ചർ ഫസ്റ്റ്. സ്ട്രക്ചർ സെക്കൻഡ് വരുമ്പോഴത്തേക്ക് ഇവിടോട്ട് മാറാം. തേർഡ് സ്ട്രക്ചർ ഇവിടെ ഡബിൾ ബോണ്ട് ആവും. ഇങ്ങനെ 3 സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. റെസൊണൻസ് സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് അല്ലെ, അറിഞ്ഞൂടെ നിങ്ങൾക്ക്? പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് മാറാം. അപ്പൊ എത്ര സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ പറ്റും? കാർബണേറ്റിന്റെ റെസൊണൻസ് സ്ട്രക്ചർ എത്ര വരയ്ക്കാൻ പറ്റും? 3 എണ്ണം വരയ്ക്കാൻ പറ്റും. ബോണ്ട് ഓർഡർ സമം total number of bond between atoms by total number of canonical structure. ഇതാണ് ഇക്വേഷൻ. Bond order സമം total number of bond between atoms by total number of canonical structure. Total number of bond between atoms by total number of canonical structure. Total number of bond നമുക്ക് എണ്ണാം. ഇവിടെ 2 പ്ലസ് 1 പ്ലസ് 1 എത്ര ബോണ്ടാ? ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രക്ചർ 3. ആൻസർ 4. 4/3. ആൻസർ 1/3. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാ? പ്ലീസ് പ്ലീസ് ആരെങ്കിലും പറഞ്ഞേ? 1.33. 1.3. ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം. ബോണ്ട് ഓർഡർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. റെസൊണൻസ് വെച്ച് ബോണ്ട് ഓർഡർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാമോ? Okay. ClO4 minus ഓരോ ഓക്സിജനെ ഫോർമൽ ചാർജ് മൈനസ് ഉള്ളൂ. ഫോർമൽ ചാർജ് മൈനസ് ഉള്ള ഓരോ ഓക്സിജനെ ഉള്ളൂ. ബാക്കി അന്നേരം എല്ലായിടത്തും ഡബിൾ ബോണ്ട് ആണേ. കണ്ടോ? ഓക്കെ സർ. അപ്പൊ ബോണ്ട് ഓർഡർ പെട്ടെന്ന് പറയാം. നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട. സിംഗിൾ ബോണ്ട് ഇവിടെ ആവാം, സിംഗിൾ ബോണ്ട് ഇവിടെ ആവാം, സിംഗിൾ ബോണ്ട് ഇങ്ങനെ ഇവിടെ ആവാം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കനോണിക്കൽ സ്ട്രക്ചർ എത്ര വരും? ഇവിടെ ഇപ്പൊ സിംഗിൾ ബോണ്ട്, അത് മാറി ഇവിടെ ആവാം. അടുത്തൊരു സ്ട്രക്ചർ 7/4. അടുത്തൊരു സ്ട്രക്ചർ ഇവിടെ ആവാം, അടുത്തൊരു സ്ട്രക്ചർ ഇവിടെ ആവാം. ടോട്ടൽ സ്ട്രക്ചർ 4 എണ്ണം വരാം. ടോട്ടൽ ബോണ്ട് 7/4. 7+2+2+2. So the answer is 0.4. approximate ആയിരിക്കും. ഞാൻ നോക്കിയില്ല. 8/4 2000 7/4 approximate. Point 7.5. അപ്പൊ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ, റെസൊണൻസ് വെച്ച് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? റെസൊണൻസ് വെച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും?
Bond order. കാൽക്കുലേറ്റ് ചെയ്ത ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണെങ്കിൽ കോമ്പൗണ്ട് എന്തായിരിക്കും? Stable. ഇനി ബോണ്ട് ഓർഡർ കൂടുന്തോറും സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പം ജസ്റ്റ് സംശയം വന്നാൽ രണ്ട് സ്ട്രക്ചറുകൾ റെസൊണൻസ് സ്ട്രക്ചർ ഉള്ളതാണെങ്കിൽ സംശയം വന്നാൽ നമുക്ക് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റെബിലിറ്റി പറയാം. ബോണ്ട് ഓർഡർ കൂടുന്തോറും സ്റ്റെബിലിറ്റി കൂടും. സാറേ ഒരു ഡൗട്ട്, ഓ ഈ ബോണ്ട് ഓർഡർ 0 വരുമോ? ബോണ്ട് ഓർഡർ 0 വരാം. അപ്പൊ എന്തോന്നാണ്? അപ്പൊ ബോണ്ട് ഓർഡർ 0 വന്നാലും സ്റ്റേബിൾ ആണെന്ന് പറയാം. നെഗറ്റീവ് ആണെങ്കിൽ അൺസ്റ്റേബിൾ ആണല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓ ശരി സാർ. നമുക്ക് അത് കെമിക്കൽ ബോണ്ടിങ്ങിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഇനി റെസൊണൻസിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. ഞാനിപ്പോ ക്വസ്റ്റ്യൻ റെസൊണൻസിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറയാം. കാൽക്കുലേറ്റ് ദ റെസൊണൻസ് എനർജി ഓഫ് ബെൻസീൻ യൂസിംഗ് ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ വാല്യൂ. കാൽക്കുലേറ്റ് ദ റെസൊണൻസ് എനർജി ഓഫ് ബെൻസീൻ. Calculate the resonance energy of benzene using heat of combustion value. Heat of combustion of CH bond. Heat of combustion of CH bond 225.5. Heat of combustion of CC bond 206. Heat of combustion of C double bond C 491. Heat of combustion ഉപയോഗിച്ച് ബോണ്ട് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ല റെസൊണൻസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ തരും. ഇവിടെ 3 ബോണ്ടിന്റെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ തന്നിട്ടുണ്ട്, CH ബോണ്ടിന്റെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ തന്നിട്ടുണ്ട്, CC ബോണ്ടിന്റെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ തന്നിട്ടുണ്ട്, C ഡബിൾ ബോണ്ട് സിയുടെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ തന്നിട്ടുണ്ട്. CH ബോണ്ടിന്റെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ 225.5, C സിംഗിൾ ബോണ്ട് സിയുടെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ 206, C ഡബിൾ ബോണ്ട് സിയുടെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ 491. ഇനി എക്സ്പീരിമെന്റലി ഡിറ്റർമിൻഡ് heat of combustion of benzene is 3300 kilojoule per mole. 3300 kilojoule per mole. Experimentally determined heat of combustion of benzene. Resonance energy calculate ചെയ്യാനാണ് ചോദ്യം. Resonance energy calculate ചെയ്യാനാണ് ചോദ്യം. എല്ലാവരും നോട്ട് ചെയ്തായിരുന്നോ? ചെയ്തു സർ. ഇവിടെ ബെൻസീൻ ആണ്. ബെൻസീനകത്ത് CH ബോണ്ട് എത്ര വരും? ബെൻസീനകത്ത് എത്ര CH ബോണ്ട് വരും? 6 CH ബോണ്ട്. അപ്പൊ CH ബോണ്ടിന്റെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ എത്ര ആയിരുന്നു? 225.5. Heat of combustion 225.5 into 6 വരും. അടുത്ത ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് CC ബോണ്ട് 1 2 3 4 5 അതും 6 വരും. CC ബോണ്ട് 6 വരും. ഇത് ഭയങ്കര ചെറുതാ. CC ബോണ്ട് 6 എണ്ണം വരും. എത്ര വരും? 206. അല്ല CC ബോണ്ട് 6 വരുന്നില്ല. CC ബോണ്ട് 1 2 3 അല്ലേ വരത്തുള്ളൂ. സോറി, CC ബോണ്ട് 1 2 3. C ഡബിൾ ബോണ്ട് C ആണ് ബാക്കി 3 എണ്ണം.
ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ, ടോട്ടൽ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. CH ബോണ്ട് 6 എണ്ണം ഉണ്ട്. അപ്പം 225.5 into 6 വരും അത്. CC ബോണ്ട് 1 2 3 എണ്ണേ ഉള്ളൂ, അത് 3. C ഡബിൾ ബോണ്ട് അത് 3 എണ്ണം. C ഡബിൾ ബോണ്ടിന്റെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ എത്ര? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തേക്കാം. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പൊ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ, ടോട്ടൽ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ കിട്ടും. 6 into 25.5 അത് 195. അടുത്തത് ഇതെല്ലാം കൂടെ ടോട്ടൽ നോക്കുമ്പോ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ എത്രയുണ്ട്? ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ എത്ര വരും? ഇനി നമ്മൾ റെസൊണൻസ് എനർജി ഓഫ് ബെൻസീൻ കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്ന് എക്സ്പീരിമെന്റിൽ ഒബ്സർവ് ചെയ്ത് കുറച്ചാൽ മതി. കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂ നിന്നും എക്സ്പീരിമെന്റിൽ ഒബ്സർവ് ചെയ്ത വാല്യൂ കുറച്ചാൽ മതി. കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എക്സ്പീരിമെന്റിൽ ഒബ്സർവ് ചെയ്ത വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെസൊണൻസ് എനർജി കിട്ടും. റെസൊണൻസ് എനർജി കിട്ടും. സർ 144 അല്ലേ ആൻസർ കിട്ടുന്നത്? 140 സംതിങ്. ആ സർ മുകളിലത്തെ വാല്യൂ തെറ്റിപ്പോയി. 1355 അല്ല. അതെ. ഇതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കണ്ടുപിടിക്കാം. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഹൈഡ്രേഷൻ എല്ലാം കൂടെ കൂട്ടി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അതിൽ നിന്ന് എക്സ്പീരിമെന്റലി ഹൈഡ്രേറ്റഡ് വാല്യൂ കുറച്ചാൽ മതി. അപ്പൊ റെസൊണൻസ് എനർജി ആവും. ഇതുപോലെ തന്നെ ക്ലിയർ ആയോ? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാൽക്കുലേറ്റ് ചെയ്ത് എക്സ്പീരിമെന്റിലുള്ളത് കുറയ്ക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് റെസൊണൻസ് എനർജി കിട്ടും. ഓക്കെ റെസൊണൻസ് വെച്ചിട്ടുള്ള 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കുന്നത്. ഒന്ന് ഇതുപോലെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരത്തില്ല. നിങ്ങൾക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് അവിടെ കിടക്കും. എങ്ങനെ? കാൽക്കുലേറ്റ് ചെയ്ത ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഇത്രയാണ്, തിയററ്റിക്കലി ഉള്ള ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഇത്രയാണ്. മീൻസ് എക്സ്പീരിമെന്റലി ആയിട്ടുള്ള ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഇത്രയാണ്, തിയററ്റിക്കലി കണ്ടുപിടിക്കുന്ന ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഇത്രയാണ്. അപ്പൊ നമ്മളുടെ എനർജി ഡിഫറൻസ് അങ്ങ് നോക്കിയാൽ ദാറ്റ് ഈസ് കോൾഡ് റെസൊണൻസ് എനർജി. കിട്ടിയോ? കിട്ടി സർ. അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിമെന്റിൽ ഒബ്സർവ് ചെയ്ത ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കാണും, അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്ത ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കാണും. തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എനർജി. അപ്പൊ റെസൊണൻസ് എനർജി നമുക്ക് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉപയോഗിച്ചും ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. റെസൊണൻസ് എനർജി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉപയോഗിച്ചും ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. പിന്നെ റെസൊണൻസ് വെച്ച് നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാം. ഇതാണ് റെസൊണൻസിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞേക്കാം. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് 4 എണ്ണമാണ്. ഒന്ന് ഐ എഫക്ട്. ഐ എഫക്ട് മനസ്സിലായി. അടുത്ത ഇ എഫക്ട്, പിന്നെ ഐ എഫക്ട്, ഇ എഫക്ട്, ദെൻ റെസൊണൻസ് എഫക്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ ഓർ ബേക്കർ-നാഥൻ എഫക്ട്. ഹൈപ്പർ കോൺജുഗേഷൻ ഓർ ബേക്കർ-നാഥൻ എഫക്ട്. ഈ ബേക്കർ-നാഥൻ എഫക്ട് എന്ന് പറയുമ്പോൾ CH സിഗ്മ സിസ്റ്റം അത് ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ളവരടുത്തോട്ട് അറ്റാച്ച് ചെയ്താൽ, CH സിഗ്മ സിസ്റ്റം ഈസ് അറ്റാച്ച്ഡ് ടു an unsaturated system. CH സിഗ്മ സിസ്റ്റം ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്താൽ അവിടെ
നോ ബോണ്ട് റെസൊണൻസ് ഉണ്ടാവാം. ഇത് പാർഷ്യൽ ഈ സിഗ്മ സിസ്റ്റം പാർഷ്യൽ കോഞ്ചുഗേഷൻ ഏർപ്പെടാം. താണ്ട നോക്കി, അവിടെ ബോണ്ട് ഇല്ലാതായി. ആ സിഗ്മ സിസ്റ്റം ഇറങ്ങി ഇവിടെ പോയി. കണ്ടോ, ഇതാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ. CH സിഗ്മ സിസ്റ്റം പാർഷ്യൽ കോഞ്ചുഗേഷൻ വിത്ത് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. CH സിഗ്മ സിസ്റ്റം ഇൻ പാർഷ്യൽ കോഞ്ചുഗേഷൻ വിത്ത് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. അതുവഴി ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഇങ്ങനെ ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ. അപ്പൊ ഒരു CH സിഗ്മ സിസ്റ്റം അൺസാച്ചുറേറ്റഡ് സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ, അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഓർക്കുക ഇവിടെ ഒരു NTP ആണ്. അപ്പൊ അതുമായിട്ട് പാർഷ്യൽ കോഞ്ചുഗേഷൻ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ. നോക്കിക്കോളൂ ഹൈപ്പർ കോഞ്ചുഗേഷൻ എങ്ങനെ വരുമോ. നോക്കി, ഇതിന് ഇങ്ങോട്ട് ഇറങ്ങാം, ഈ സിഗ്മയ്ക്ക് ഇറങ്ങാം. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ H+. അടുത്തത് ഇതിന് മാറാം. അപ്പൊ അങ്ങനെ ഇവിടെ H+ വരും. അങ്ങനെ ഇവിടെ 3 ഹൈപ്പർ കോഞ്ചുഗേഷൻ വരയ്ക്കുന്നതിനാണ്. നമുക്ക് ഒന്ന് ഇങ്ങോട്ട് മാറി, അടുത്തത് ഇവിടുന്ന് മാറി, ഇവിടുന്ന് മാറി. ഞാൻ വരയ്ക്കണമെങ്കിൽ വരച്ചു തരാം. ഇപ്പൊ CH സിഗ്മ സിസ്റ്റം വിത്ത് അറ്റാച്ച്ഡ് കാർബൺ കാറ്റോൺ. അപ്പൊ നോക്കിയേ, ഇതിങ്ങനെ പോരണം. ഇവിടെ മാറ്റമില്ല കേട്ടോ. അടുത്തത് നോ ബോണ്ട് റെസൊണൻസ് അല്ലെങ്കിൽ ബേക്കർ-നാഥൻ എഫക്ട് അല്ലെങ്കിൽ ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. എത്ര ഹൈപ്പർ കോഞ്ചുഗേഷൻ വരയ്ക്കാൻ പറ്റും അത്രയും സ്റ്റെബിലിറ്റി കൂടും. ഹൈപ്പർ കോഞ്ചുഗേഷന്റെ എഫക്ട് എക്സ്പ്ലനേഷൻ വരുന്നത് നമുക്ക് ഹൈ എഫക്ട് കൂടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ പറയാൻ പറ്റും. അത് വെച്ച് കാർബൺ കാറ്റോണിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. റിയാക്ഷന്റെ സ്പീഡ് ഒക്കെ പറയാൻ പറ്റും. ഇതാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ അല്ലെങ്കിൽ നോ ബോണ്ട് എഫക്ട്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് ഒന്ന്, ഹൈ എഫക്ട്. ഹൈപ്പർ കോഞ്ചുഗേഷൻ മനസ്സിലായോ? ഓക്കെ, ഞാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ഇത്രയും എഫക്റ്റ് ആണ്. ഞാൻ അവിടെ പറയേണ്ട കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ഐ എഫക്ട് പ്ലസ് ഐ കാണിക്കുന്ന ഗ്രൂപ്പ് ഏത്, മൈനസ് ഐ കാണിക്കുന്ന ഗ്രൂപ്പ് ഏത് നോട്ട് ചെയ്യുക. 2, പ്ലസ് ആർ കാണിക്കുന്നതും മൈനസ് ആർ കാണിക്കുന്നതും ആരെന്ന് നോട്ട് ചെയ്യുക. ദെൻ ഹൈപ്പർ കോഞ്ചുഗേഷൻ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. CH സിഗ്മ സിസ്റ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡബിളി ബോണ്ടഡ് കാർബണിലോ അല്ലെങ്കിൽ കാർബൺ കാറ്റയോണിലോ ആണെങ്കിൽ അവിടെ വരുന്ന പാർഷ്യൽ ഡിസ്പ്ലേസ്മെന്റിനെ അല്ലെങ്കിൽ പാർഷ്യൽ കോഞ്ചുഗേഷനെ വിളിക്കുന്ന പേരാണ് നോ ബോണ്ട് റെസൊണൻസ് അഥവാ ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഒരു CH സിഗ്മ സിസ്റ്റം attached to unsaturated system or carbon cation, അതുവഴി ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. അത് CH സിഗ്മ സിസ്റ്റം അറ്റാച്ച് ചെയ്യണം. അതായത് എടുത്തോട്ടാ നോക്കിയാൽ CH സിസ്റ്റം ഒന്നെങ്കിൽ അൺസാച്ചുറേറ്റഡിലോട്ട് അറ്റാച്ച് ചെയ്യണം, അല്ലെങ്കിൽ കാർബൺ കാറ്റോണിലോട്ട് അറ്റാച്ച് ചെയ്യണം. അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ. അപ്പൊ എല്ലാ എഫക്റ്റുമായി ഇനി നമുക്ക് ഇന്റർമീഡിയറ്റ് ആണ് പറയാനുള്ളത്. ഇന്റർമീഡിയറ്റ്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ പറയാൻ നിങ്ങൾക്ക്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. കൺക്ലൂഡ് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തണോ? വേണ്ട സർ.
വേണ്ട സാർ വേണ്ട. അപ്പൊ നമുക്ക് റെസൊണൻസ് എഫക്ട് വെച്ച് കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി സാർ. ഇനി മനസ്സിലായി സാർ. ഒന്നുമില്ല, കണക്ക് വരുമ്പോ നമുക്ക് ഐ എഫക്റ്റിന്റെയും ഹൈപ്പർ കോഞ്ചുഗേഷന്റെയും റെസൊണൻസിന്റെ ഒക്കെ പ്രോബ്ലം വരുമ്പം ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അവിടെ എല്ലാം നമ്മൾ പറയും ഇത് ഇന്ന എഫക്ട് അല്ലയോ, അന്നേരം വരുന്ന മാറ്റമാണെന്ന് പറയും. ഓക്കെ, ഇനി ഞാൻ ഇന്റർമീഡിയറ്റ് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് ഇന്റർമീഡിയറ്റ് നിങ്ങൾക്ക് അറിയാം. ഇന്റർമീഡിയറ്റ് ഞാൻ അന്ന് മുതൽ പറയുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ ഇന്റർമീഡിയറ്റ് കാർബ് കാറ്റോൺ ആണ്. രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് കാർബ് ആനയോൺ ആണ്. മൂന്നാമത്തെ ഇന്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കലാണ്. അടുത്തത് കാർബീൻ എന്ന് പറയും. കാർബീൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, അറൈൻസിന്റെ അറൈൻസ് കാണുന്നുണ്ടോ? ഇതുവരെ നിൽക്കട്ടെ, അറൈൻ പിന്നെ പറയാം. അറൈൻ കാർബ് കാറ്റയോൺ. കാർബ് കാറ്റയോൺ ഹെഡിങ് കാർബ് കാറ്റയോൺ. കാർബ് കാറ്റയോൺ ആണെന്നാണ് ഹെഡിങ്. കാർബ് കാറ്റയോൺ ഒരു കാർബൺ ആറ്റം വിത്ത് സെക്സ്റ്റഡ് കോൺഫിഗറേഷൻ 6 ഇലക്ട്രോൺ ആൻഡ് ക്യാരീസ് എ പോസിറ്റീവ് ചാർജ്. ഇതിനെ വിളിക്കുന്നതാണ് കാർബ് കാറ്റയോൺ. അപ്പൊ കാർബൺ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റം വിത്ത് സെക്സ്റ്റഡ് കോൺഫിഗറേഷൻ ആൻഡ് possess a positive charge. Carbon atom with 6 electron and carries a positive charge is called carbocation. Carbocation നോക്കുക. അപ്പൊ ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ കണ്ടോ, പ്ലാനാർ ആണ്. ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. ഒരു MTP ഓർബിറ്റൽ ഉണ്ട് കണ്ടോ, കാർബ് കാറ്റയോൺ പോസിറ്റീവ് ചാർജ്. ഇതാണ് കാർബ് കാറ്റയോൺ. ഇതാണ് കാർബ് കാറ്റയോൺ. എന്താ കാർബ് കാറ്റയോൺ കണ്ട? അപ്പൊ കാർബ് കാറ്റയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് 120 ഡിഗ്രി പ്ലാനാർ സസ്റ്റഡ് കാർബൺ ആറ്റം വിത്ത് സസ്റ്റഡ് കോൺഫിഗറേഷൻ ആൻഡ് carries a positive charge with an MTP orbital. Carbon atom with sextet configuration possess a positive charge with an empty orbital with a bond angle 120 degree. sp2 hybridization is called carbocation. ഇനി carbocation അവിടെ നിങ്ങൾ carbocationനെ സംബന്ധിച്ച് പറയുമ്പോൾ നോക്കുക, മീഥൈൽ carbocation, പ്രൈമറി മീഥൈൽ carbocation. പ്രൈമറി കാർബൺ, ഇത് മീഥൈൽ, ഇത് പ്രൈമറിയാ, ഇതും പ്രൈമറിയാ. കാർബോകാറ്റോൺ ഇത് മീഥൈൽ കാർബോകാറ്റോൺ, ഇത് ആൽക്കൈൽ വരുന്ന കാർബോകാറ്റോൺ. ഇനി അടുത്തത് സെക്കൻഡറി കാർബോകാറ്റോൺ. സെക്കൻഡറി കാർബോകാറ്റോൺ കണ്ടോ, ഒരച്ചേ ഉള്ളൂ. പിന്നെ ടെർഷറി കാർബോകാറ്റോൺ, ഇത് സെക്കൻഡറി കാർബോകാറ്റോൺ, ഇത് ടെർഷറി കാർബോകാറ്റോൺ. അപ്പൊ കാർബോകാറ്റോൺ മീഥൈൽ കാർബോകാറ്റോൺ H ആണ്. അടുത്ത റാഡിക്കൽ വരുന്ന കാർബോകാറ്റോൺ ഉണ്ട്. പിന്നെ സെക്കൻഡറി കാർബോകാറ്റോൺ ഉണ്ട്, ടെർഷറി കാർബോകാറ്റോൺ ഉണ്ട്. അപ്പൊ കാർബോകാറ്റോൺ 3 ടൈപ്പ്: പ്രൈമറി, സെക്കൻഡറി, ടെർഷറി കാർബോകാറ്റോൺ. ഇനി നിങ്ങൾക്ക് അലൈൽ കാർബോകാറ്റോൺ വരും, ബെൻസൈൽ കാർബോകാറ്റോൺ ഉണ്ട്, പിന്നെ വിനൈൽ കാർബോകാറ്റോൺ ഉണ്ട്. ഇവിടെ നമ്മൾ കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി പഠിക്കണം. കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി അത് തീരുമാനിക്കുന്ന ഐ എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, റെസൊണൻസ്, ഈ 3 ഫിനോമിനൻ വെച്ചിട്ടാണ് നമ്മൾ കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. നമുക്കുള്ളതില് ഇപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആണെങ്കിൽ ടെർഷറി കാർബോകാറ്റോൺ ആണ് കൂടുതൽ സ്റ്റെബിൾ.
കണ്ടോ, ഇത് ഹൈപ്പർ കോഞ്ചുഗേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിക്കോ, അല്ലെങ്കിൽ ഐ എഫക്റ്റ് വെച്ച്. കണ്ടോ, ഇവിടെ 3 ഹൈപ്പർ കോഞ്ചുഗേഷൻ വരയ്ക്കാം, ഇതിനകത്ത് 3 എണ്ണം വരയ്ക്കാം, ഇതിനകത്ത് 3 എണ്ണം വരയ്ക്കാം. അങ്ങനെ 9 ഹൈപ്പർ കോഞ്ചുഗേഷൻ വരയ്ക്കാം ഇവിടെ, 9 എണ്ണം. അതായത് ആൽഫ പൊസിഷനിലെ കാർബൺ, ആൽഫ പൊസിഷനിലെ കാർബൺ, ആൽഫ പൊസിഷനിലെ കാർബൺ. അങ്ങനെ ആൽഫ പൊസിഷൻ 3 ആൽഫ പൊസിഷൻ ഉണ്ട്. കണ്ടോ, ഇത് ആൽഫ പൊസിഷൻ. അങ്ങനെ 3 ആൽഫ പൊസിഷനിലൂടെ മൊത്തം 9 ഹൈഡ്രജൻ വരും. അപ്പൊ 9 ഹൈപ്പർ കോഞ്ചുഗേഷൻ വരയ്ക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര ആൽഫ പൊസിഷനാണ് വരുന്നത്? സെക്കൻഡറി വരുമ്പോഴത്തേക്ക് 2 ആൽഫ പൊസിഷൻ. 2 ആൽഫ പൊസിഷനിലൂടെ 6 ഹൈഡ്രജൻ, അപ്പൊ 6 ഹൈപ്പർ കോഞ്ചുഗേഷൻ വരയ്ക്കും. ഇനി പ്രൈമറി 1 ആൽഫ കാർബണേ ഉള്ളൂ, അതിനകത്ത് 3 ഹൈഡ്രജൻ, അപ്പൊ 3 ഹൈപ്പർ കോഞ്ചുഗേഷൻ വരും. അപ്പൊ the more the hyper conjugation, the more is the stability വെച്ച് നോക്കുമ്പോൾ ടെർഷറിക്കാണ് കൂടുതൽ സ്റ്റേബിൾ. ടെർഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റയൻ 1 2 3 4 കാർബൺ. ടെർഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റയൻ. ഇത് ഐസോപ്രോപ്പൈൽ കാർബോകാറ്റയൻ. ഇത് ഈഥൈൽ കാർബോകാറ്റയൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടെർഷറി കാർബോകാറ്റയൻ കൂടുതൽ സ്റ്റേബിൾ, ദെൻ ഐസോപ്രോപ്പൈൽ. പിന്നെ ഐ എഫക്ട് നോക്കുമ്പോൾ ഇവിടുന്ന് പുഷ് ഇലക്ട്രോണ്, ഇവിടുന്ന് പുഷ് ഇലക്ട്രോണ്, ഇവിടുന്ന് പുഷ് ചെയ്യണം. അപ്പൊ ഐ എഫക്ട് ഇവിടെ കൂടുതൽ, ഇവിടെ 2 പുഷ് ചെയ്യണം, ഇവിടെ 1 പുഷ് ചെയ്യണം. അപ്പൊ ഐ എഫക്ട് വെച്ച് നോക്കുമ്പോൾ ആണെങ്കിലും ഹൈപ്പർ കോഞ്ചുഗേഷൻ വെച്ച് നോക്കുമ്പോഴും കാർബോകാറ്റയനിൽ കൂടുതൽ സ്റ്റെബിലിറ്റി ടെർഷറിക്കാണ്, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ ഉള്ളമീതെ. കാർബോകാറ്റയന്റെ സ്റ്റെബിലിറ്റിയെ ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ അലൈലും ബെൻസീലും ഉണ്ടല്ലോ, അലൈൽ കാർബോകാറ്റയൻ. അലൈൽ കാർബോകാറ്റയൻ ആ ആൽഫ തൊട്ട് അഡ്ജസന്റിൽ ഡബിൾ ബോണ്ട്, ഇതാണ് അലൈൽ കാർബോകാറ്റയൻ. ഈ അലൈൽ കാർബോകാറ്റയനിൽ റെസൊണൻസ് സ്റ്റെബിലിറ്റി വരും. അതുപോലെ ബെൻസൈൽ കാർബോകാറ്റയനിലും റെസൊണൻസ് സ്റ്റെബിലിറ്റി വരും. അപ്പൊ അലൈൽ കാർബോകാറ്റയനെയും ബെൻസൈൽ കാർബോകാറ്റയനെയും റെസൊണൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റെബിലിറ്റി. അടുത്ത വിനൈൽ ഉണ്ടല്ലോ, വിനൈൽ. ആ വിനൈൽ കാർബോകാറ്റയനും ഫിനൈൽ അത് 2 സ്റ്റേബിൾ അല്ല. വിനൈലും ബെൻസൈലും ഫിനൈൽ C6H5+ അത് 2 സ്റ്റേബിൾ അല്ല. വിനൈലും ഫിനൈൽ കാർബോകാറ്റയനും സ്റ്റേബിൾ അല്ല. പിന്നെ ഇങ്ങനെ ഇതിലിപ്പോ SP എന്ന് പറയുമ്പോൾ 50% SP ആയിട്ട് വരും. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുവാണെങ്കിൽ, ഞാൻ നേരത്തെ റെസൊണൻസ് പറഞ്ഞതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു, അവിടെ പോസിറ്റീവ് ചാർജ് വന്നു, അത് സ്റ്റേബിൾ അല്ല. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി അവിടെ പോസിറ്റീവ് ചാർജ് വന്നു, അതും സ്റ്റെബിലിറ്റി കുറവാണ്. പെർസെന്റേജ് SP കുറയും, ഇലക്ട്രോനെഗറ്റിവിറ്റി സ്വല്പം കുറയും, അതുകൊണ്ട് സ്റ്റെബിലിറ്റി അവിടെ കൂടും, അതിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കാർബോകാറ്റയന്റെ സ്റ്റെബിലിറ്റി പറയാം. അങ്ങനെ 3-4 രീതിയിൽ നമ്മൾ കാർബോകാറ്റയന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കാർബോകാറ്റയന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് നോട്ട് ചെയ്തോളാം. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയൻ ഓർഡർ ഒന്ന് എഴുതിയിട്ടുള്ളൂ. ട്രൈഫിനൈൽ കാർബോകാറ്റയൻ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയൻ. കാരണം ട്രൈഫിനൈൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് 3 റിംഗ് വരും, അപ്പൊ റെസൊണൻസ് സ്റ്റെബിലിറ്റി ഭയങ്കരമാണ്. ട്രൈഫിനൈൽ കാർബോകാറ്റയൻ ആണ് കൂടുതൽ സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ട് ഡൈഫിനൈൽ കാർബോകാറ്റയൻ. പേര് പറഞ്ഞ് എഴുതുക, ചുമ്മാ എഴുതി വെക്കരുത്. ട്രൈഫിനൈൽ കാർബോകാറ്റയൻ ആണ് ഏറ്റവും സ്റ്റേബിൾ. ദെൻ അത് കഴിഞ്ഞ് ഡൈഫിനൈൽ കാർബോകാറ്റയൻ. പേര് പറഞ്ഞിട്ട് സ്ട്രക്ചർ എഴുതാൻ പഠിക്കണം. സ്ട്രക്ചർ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ട്രൈഫിനൈൽ കാർബോകാറ്റയൻ, ദെൻ ഡൈഫിനൈൽ കാർബോകാറ്റയൻ, ട്രൈഫിനൈൽ കാർബോകാറ്റയൻ, ഡൈഫിനൈൽ കാർബോകാറ്റയൻ. ദെൻ നെക്സ്റ്റ് ശ്രദ്ധിച്ചോ, ഇത് രണ്ടും കഴിഞ്ഞാൽ ട്രൈഫിനൈലും ഡൈഫിനൈലും കഴിഞ്ഞാൽ വരുന്നത്
ടെറിഷറി മീതയിൽ വരുന്നത് കേട്ടോ, മീതയിൽ വരുന്നത്. ചെയിൻ വലുതല്ല, മീതയിൽ വരുന്നതാണ്. ഇങ്ങനെ ഇതാണ് വലിയ ചെയിൻ വരുന്നതല്ല ഞാൻ പറഞ്ഞത്, മീതയിൽ വരുന്ന കാർബോകാറ്റോൺ. പേര് വേണമെങ്കിൽ എഴുതിക്കോ, ഐസോബ്യൂട്ടൈൽ കാർബോകാറ്റോൺ ആണ് കേട്ടോ. ഐസോബ്യൂട്ടൈൽ കാർബോകാറ്റോൺ ആണ് പിന്നെ വരുന്നത്. ഐസോബ്യൂട്ടൈൽ കാർബോകാറ്റോൺ. ഐസോബ്യൂട്ടൈൽ കാർബോകാറ്റോൺ കഴിഞ്ഞിട്ട് നമ്മുടെ ബെൻസൈൽ കാർബോകാറ്റോൺ. ഇവിടെ ഞാൻ പറഞ്ഞു റാഡിക്കൽ അല്ല എന്ന് വെച്ചാൽ അതാണ് ഇങ്ങനെ ചെയിൻ പോകുന്നതല്ലേ, ഇങ്ങനെ ചെയിൻ നീളമുള്ളതല്ല, മീതയിൽ വരുമ്പോഴുള്ളത് കേട്ടോ. അതിന്റെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടും. ഐ എഫക്റ്റിന് ഹൈപ്പർ കോൺജുഗേഷനും ഇതിന്റെ ആർ എഫക്റ്റിനെ ഡോമിനേറ്റ് ചെയ്യും, ഇതിനും ആർ എഫക്റ്റിനെ ഇത് ഡോമിനേറ്റ് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സർ. ഇവിടെ മനസ്സിലായി സർ. റെസൊണൻസ് എഫക്റ്റ് വെച്ചാൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ഐ എഫക്റ്റ് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആർ എഫക്റ്റ് ഡോമിനേഷൻ, ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ഐ എഫക്റ്റ് വരും. അത് ഇവിടുത്തെ ആർ എഫക്റ്റിനെ ഡോമിനേറ്റ് ചെയ്ത് വരും. അതുകൊണ്ടാണ്. അപ്പൊ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ മനസ്സിലാക്കിക്കൊള്ളുക. ടെറിഷറി, പിന്നെ ഫിനൈല്, ട്രൈഫിനൈല്, ഡൈഫിനൈല്, പിന്നെ മീതയിൽ 3 വരുന്നത്, പിന്നെ ഒരു ഫിനൈല് വരുന്നത്. അടുത്തത് CH3 ടോയ്സ് സെക്കൻഡറി, മീതയിൽ സെക്കൻഡറി. ഓക്കെ, then allyl കാർബോകാറ്റോൺ. allyl കാർബോകാറ്റോൺ പറഞ്ഞിരുന്ന allyl കാർബോകാറ്റോൺ. അത് കഴിഞ്ഞാൽ വെറും മീതയിൽ, പ്രൈമറി മീതയിൽ. സോറി, ഒരു നിമിഷം. ഇത് കഴിഞ്ഞാലേ നമ്മുടെ റാഡിക്കൽ വരുന്നുണ്ടല്ലോ, അത് പറയാൻ പറ്റുമോ? റാഡിക്കൽ വരുന്ന കാർബോകാറ്റോൺ ആണ്. ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി. അതും കഴിഞ്ഞിട്ട് മീതയിൽ വരത്തുള്ളൂ. കാണുന്നില്ല. ഫുൾ ഓർഡർ എഴുതാം, ചെറുതാക്കി എഴുതാം. ഫുൾ ഓർഡർ ചെറുതാക്കി എഴുതാം. ജസ്റ്റ് നോക്കിക്കോണം. C6 H5 ത്രൈസ്, ഇങ്ങനെ താഴോട്ട് എഴുതട്ടെ. ആ സർ. നോക്കിയേ, ട്രൈഫിനൈല്, ഡൈഫിനൈല്, പിന്നെ ടെറിഷറി മീതയില്, പിന്നെ ബെൻസൈല്, പിന്നെ സെക്കൻഡറി മീതയില്, അലൈല്, പിന്നെ റാഡിക്കൽ വരുന്ന കാർബോകാറ്റോൺസ്, ചെയിൻ വരുന്ന കാർബോകാറ്റോൺസ്, പിന്നെ
വെറും മീഥൈൽ, ഏറ്റവും അവസാനമുള്ളൂ വിനൈൽ. അപ്പൊ വിനൈലും മീഥൈലും ഒക്കെ ലീസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റോൺസ്. കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ക്ലിയർ ആയോ? യെസ് സാർ. ഇത് നിങ്ങൾ എങ്ങനെ ആയാലും മറക്കാതിരിക്കുക. ഞാൻ അതുകൊണ്ടാണ് പേര് പറഞ്ഞ് പഠിക്കാൻ. ടെറിഷറി ഇത് പേര് പറഞ്ഞ് പഠിച്ചാലുള്ള പറയുന്നത് ഇന്റർമീഡിയറ്റ് വരുന്ന ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിലൂടെ ഓർഗാനിക് റിയാക്ഷന്റെ സ്പീഡ് പറയാൻ പറ്റും, സ്പീഡ് മെൻഷൻ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ റിയാക്ഷൻസ് തുടങ്ങുമ്പോഴത്തേക്ക് സ്പീഡ് നിങ്ങൾ കണക്കാക്കിയിട്ട് സ്പീഡ് കൂടുതലായിരിക്കും സ്പീഡ് കുറവായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞേ സ്പീഡിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇന്റർമീഡിയറ്റിന്റെ സ്പീഡ് മനസ്സിലാക്കണം. കാർബ് കാറ്റോണിന്റെ സ്പീഡാണ് ഞാൻ ഈ പറഞ്ഞത്. കാർബ് കാറ്റോൺ. അടുത്ത ഇനി കാർബ് ആനയോൺ ആണ്. കാർബ് ആനയോൺ എഴുതിയായിരുന്നോ? നോട്ട് ചെയ്തായിരുന്നോ? എഴുതി സാർ. ഇപ്പൊ സച്ചിൻ ഉണ്ടോ? ഉണ്ട് സാർ. സച്ചിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളായിരുന്നു. കാർബ് കാറ്റോണിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് അറിയാത്തില്ലായിരുന്നു കേട്ടോ. ഓ സാർ. അപ്പൊ ആ സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കിക്കോണം സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. സാർ ഡൗട്ട്, ഈ CH3 ത്രൈസ് C+ ഇല്ലേ, അതും ഈ R ത്രൈസ് C+ തമ്മിൽ വ്യത്യാസം എന്തിനാണ്? ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വരുന്നു, ആ ഇവിടെ ആര് വേണമല്ലോ ആവാം. ഞാൻ ഓരോന്നോരോന്ന് എഴുതാൻ പറ്റുമോ? ആ ഇല്ല സാർ, പക്ഷെ ഇതല്ലേ കൂടുതൽ വരണ്ടല്ലോ അതിനെ കാട്ടിട്ട്. ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ 3 9 വരുന്നുണ്ട്. ഇവിടെ നോക്ക് ആൽഫ പൊസിഷൻ. ഓക്കേ ഓക്കേ. ഓ ശരി സാർ. ഓ മനസ്സിലായി എഫക്റ്റ് ഐ എഫക്റ്റാ. ഓ ഇവിടെ ഏതും കൂടെ വരും. ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ അവിടെ. ഓ ഡൗട്ടില്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കേ. ജിബി ഉണ്ടോ? ജിബി അടുത്ത കാർബ് ആനയോൺ. കാർബ് ആനയോൺ ആകുമ്പോഴത്തേക്ക് നോക്കി ഇവിടെ കാർബൺ ആറ്റത്തിന് ഒക്ടറ്റ് കോൺഫിഗറേഷൻ വരും. കാർബൺ ആറ്റത്തിന് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആൻഡ് പോസസ് എ നെഗറ്റീവ് ചാർജ്. കാർബൺ ആറ്റം വിത്ത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആൻഡ് പോസസ് എ നെഗറ്റീവ് ചാർജ്. അതിനെ വിളിക്കുന്ന പേരാണ് കാർബ് ആനയോൺ. ഒക്ടറ്റ് കോൺഫിഗറേഷൻ വിത്ത് എ നെഗറ്റീവ് ചാർജ്. ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആൻഡ് നെഗറ്റീവ് ചാർജ്. അപ്പൊ അതിനെ വിളിക്കുന്നവരാണ് കാർബ് ആനയോൺ. ഒക്ടറ്റ് കോൺഫിഗറേഷൻ പിന്നെ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നതിനെ വിളിക്കുന്നവരാണ് കാർബ് ആനയോൺ. ആ കാർബ് ആനയോണിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി അതുകൂടെ നോട്ട് ചെയ്തിട്ടേക്ക് അങ്ങനെ നമുക്ക് പറയാം. ഈ പറഞ്ഞതുപോലെ മറ്റേത് സെക്സ്റ്റഡ് കോൺഫിഗറേഷൻ ആൻഡ് ക്യാരീസ് എ പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ ആകുമ്പോൾ ഇവിടെ വരുമ്പോ അത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആൻഡ് നെഗറ്റീവ് ചാർജ് ആണ്. മറ്റേത് പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. ഹൈബ്രിഡൈസേഷൻ കാർബാനോണിന്റെ ആകുമ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ വന്നു കേട്ടോ. കാർബാനോൺ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഒരു ലോൺ പെയർ വരും. ബോണ്ട് ആംഗിൾ വന്നിട്ട് 109 ഡിഗ്രി 5 മിനിറ്റ് വരത്തുള്ളൂ കേട്ടോ. കാർബാനോണിന് 109 ഡിഗ്രി 5 മിനിറ്റ് ബോണ്ട് ആംഗിൾ വരത്തുള്ളൂ. കാരണം ലോൺ പെയറിന്റെ ഡിസ്റ്റർബൻസ്, ഈ ലോൺ പെയറിന്റെ ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ട് കാർബാനോണിന്റെ ബോണ്ട് ആംഗിൾ കുറയും. യഥാർത്ഥ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആയിരുന്നു വരേണ്ടത്. പക്ഷേ ഒക്ടറ്റ് ഒരെണ്ണം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ട് ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 5 മിനിറ്റ് വരത്തുള്ളൂ. ഇവിടെ കാർബാനോൺ ഞാൻ പറഞ്ഞു കാർബ് കാറ്റോണിൽ sp2 ആണ്. കാർബ് ആനയോണിൽ
sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബ് ആനയുള്ള കാർബൺ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബാനുള്ള കാർബണ് 8 ഇലക്ട്രോൺ ഉണ്ട് ചുറ്റും. അതിൽ ഒരെണ്ണം ലോൺ പെയർ ആയതുകൊണ്ട് ബോണ്ട് ആംഗിൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറയും. 109 ഡിഗ്രി 5 മിനിറ്റ് ആവും. ഇവിടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ട്രൈഫിനൈൽ കാർബാനുകളാണ് ഏറ്റവും സ്റ്റേബിൾ. റെസൊണൻസ് വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റി വരുന്നത്. റെസൊണൻസ് വെച്ചിട്ട് തന്നെ നെഗറ്റീവ് ചാർജിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ 3 റിംഗ് ഉണ്ട്. കാർബണിന്റെ നെഗറ്റീവ് ചാർജിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ 3 റിംഗ് വരും. റെസൊണൻസ് വെച്ച് ഡിസ്പേഴ്സ് ചെയ്യാൻ 3 റിംഗ് വരും. അപ്പൊ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ട്രൈഫിനൈൽ കാർബാനുകളാണ്. അതിനുശേഷം ഡൈഫിനൈൽ കാർബാനയോൺ. ട്രൈഫിനൈൽ കാർബാനയോൺ, ഡൈഫിനൈൽ കാർബാനയോൺ. ദെൻ ഇവിടെ ചെറിയൊരു വ്യത്യാസം മറ്റതിൽ നിന്ന്. പിന്നെ കണ്ടോ, ബെൻസൈൽ ആനയോൺ. ദെൻ അലൈൻ. അപ്പൊ റെസൊണൻസ് ആണ് ഇവിടെ വരുന്നത്. കണ്ടോ, ട്രൈഫിനൈലും ഡൈഫിനൈലും ബെൻസൈലും കഴിഞ്ഞാൽ പിന്നെ അലൈൻ. റെസൊണൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ വരുന്നില്ല. അലൈൻ. ദെൻ തിരിച്ചു വരും കേട്ടോ. മീഥൈലിന് പിന്നെ നമ്മുടെ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷ്യറി. ഞാൻ ഉദ്ദേശിച്ച പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഏത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറിയാ? ഏത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറിയാ? മീഥൈൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആണേ. മറ്റേ റാഡിക്കൽ ഉള്ളതല്ല. മീഥൈൽ, മീഥൈൽ. ഇതാണ് മീഥൈലാണ് ഞാൻ ഉദ്ദേശിച്ചത്. മീഥൈൽ. ഒന്നുകൂടെ, അലൈൽ കഴിഞ്ഞാൽ മീഥൈൽ. അടുത്തത് അറിയാം, റാഡിക്കൽ വരുന്നത്. റാഡിക്കൽ വരുന്ന ടൈപ്പ്. റാഡിക്കൽ വരുന്ന ടൈപ്പ് പിന്നെ വരും. ഏറ്റവും അവസാനമേ ഫിനൈലും ബെൻസൈലും ഫിനൈലും വരത്തുള്ളൂ. ഏറ്റവും അവസാനമേ ബെൻസൈലും ഫിനൈലും വരത്തുള്ളൂ. ഏറ്റവും ലാസ്റ്റില് ബെൻസൈലും ഫിനൈലും വരത്തുള്ളൂ. കാർബാനോണിന്റെ സ്റ്റെബിലിറ്റി. അപ്പൊ കാർബാനോണിന്റെ സ്റ്റെബിലിറ്റി ക്ലിയർ ആയി. ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി ഞാൻ പറഞ്ഞു ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി എന്നാണ്. ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റിയും ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി എന്നാണ് ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി. അപ്പൊ ഞാൻ ഈ തന്ന നോട്ടിനകത്ത് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശരി, ആ നോട്ടിനകത്തുണ്ട് സ്റ്റെബിലിറ്റി, ടെർഷ്യറി. അതൊന്ന് നോട്ട് നിങ്ങൾ തന്നിരിക്കുന്നതിനകത്ത് നോട്ട് ചെയ്തുള്ള. അപ്പൊ ഇതാണ് റിയാക്ഷൻ മെക്കാനിസത്തിനകത്ത് പറയാനുള്ള കാര്യം. അപ്പം ഇന്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കല് കാർബ് കാറ്റോൺ, കാർബ് ആനയോൺ ആയി. ഇനി കാർബീൻ എന്ന് പറഞ്ഞാൽ ഡൈവാലന്റ് ആയിരിക്കും. കാർബൺ ഡൈവാലന്റ് ആയിരിക്കും കേട്ടോ. കാർബീൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈവാലന്റ് ആയിരിക്കും. ഡൈവാലന്റ് കാർബൺ വിത്ത് ഡൈവാലന്റ് വിത്ത് പെയർ ഓഫ് ഇലക്ട്രോൺ. അത് പെയർ ഓഫ് ഇലക്ട്രോൺ ഒറ്റ ഓർബിറ്റിലാണെങ്കിൽ അതിന് ഇങ്ങനെ വേണം. കാണാൻ വയ്യ. ഓക്കെ ഓക്കെ. ഇത്രയും ഞാൻ നോക്കിയിട്ട് ഞാൻ കാർബീൻ പറയാം. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഉറപ്പാണോ? മനസ്സിലായി മനസ്സിലായി. കാർബീൻ കാർബീൻ എന്ന് പറഞ്ഞാൽ ഡൈവാലന്റ്. കാർബൺ മൊത്തം 4 വാലൻസി പറ്റും, അറിയാലോ. 4 വാലൻസി പറ്റും. അതിൽ 2 വാലൻസി യൂസ് ചെയ്തു. ബാക്കി 2 ഉണ്ട്. പി ആണ്, ഒരു പി ഇവിടെ വരും. ഇനി അതില്
ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഒരു പിയിൽ മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ സിംഗിളറ്റ് കാർബീൻ എന്നും, രണ്ടിടത്തുമായിട്ടാണ് നിൽക്കുന്നെങ്കിൽ അതിനെ ഡബിളറ്റ് കാർബീൻ എന്ന് വിളിക്കും. ട്രിപ്പിളറ്റ് കാർബീൻ, ഡബിളറ്റ് അല്ല, ട്രിപ്പിളറ്റ് കാർബീൻ. ഇത് സിംഗിളറ്റ്, ഇത് ട്രിപ്പിളറ്റ് കാർബീൻ. ഇപ്പൊ കാർബീൻ എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ആണ്. ഒരു സ്പീഷീസിന് ഇന്റർമീഡിയറ്റ് ആണ് കാർബീൻ. ആ കാർബീൻ എന്ന് പറയുന്നത് കാർബൺ ഡൈവാലന്റ്. കാർബീനകത്ത് കാർബൺ ഡൈവാലന്റ് ആണ്, ബിയറിംഗ് നോ ചാർജ്. കാർബൺ ഡൈവാലന്റ് ആണ്, ഒരു ചാർജ് മേടിക്കുന്നില്ല, ഒരു ചാർജും ഇല്ല. അപ്പം കാർബീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പീഷീസ്. കാർബീൻ ഈസ് എ സ്പീഷീസ് containing double divalent, not charged with the 6 electron, not charged with the 6 electron. ആ 2 ഇലക്ട്രോൺ, മൊത്തം 6 ഇലക്ട്രോൺ, 2, 4, 6. അതിലെ ഈ പെയർ ഒരു ഓർബിറ്റിൽ മാത്രം നിൽക്കുവാണെങ്കിൽ അതിനെ സിംഗിളറ്റ് എന്നും, അത് രണ്ടിടത്തായിട്ട് നിൽക്കുവാണെങ്കിൽ അതിനെ ട്രിപ്പിളറ്റ് എന്നും വിളിക്കും. അപ്പൊ 2 ടൈപ്പ് കാർബീൻ ഉണ്ട്. ഏതൊക്കെയാ? സിംഗിളറ്റ് കാർബീനും ട്രിപ്പിളറ്റ് കാർബീനും. ഇനി സിംഗിളറ്റ് കാർബീൻ പെയർ ഓരോ ഓർബിറ്റിൽ നിൽക്കും. ട്രിപ്പിളറ്റ് കാർബീൻ ആകുമ്പോൾ പെയർ രണ്ടിടത്തായിട്ട് നിൽക്കും. സിംഗിളറ്റ് കാർബണിനകത്ത് sp ഹൈബ്രിഡൈസേഷനും, ട്രിപ്പിളറ്റ് കാർബീൻ ആകുമ്പോഴത്തേക്ക് അത് ട്രിപ്പിളറ്റ് കാർബീൻ ആകുമ്പോഴത്തേക്ക് അത് sp ഹൈബ്രിഡൈസേഷൻ. ട്രിപ്പിളറ്റിനകത്ത് sp ഹൈബ്രിഡൈസേഷൻ, സിംഗിളറ്റിനകത്ത് sp2 ഹൈബ്രിഡൈസേഷൻ. ട്രിപ്പിളറ്റിനകത്ത് sp2 ഹൈബ്രിഡൈസേഷൻ, സിംഗിളറ്റ് ആകുമ്പോൾ അത് sp ഹൈബ്രിഡൈസേഷൻ വരും. ട്രിപ്പിളറ്റ് ആകുമ്പോൾ sp ഹൈബ്രിഡൈസേഷൻ വരും, സിംഗിളറ്റ് ആകുമ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ. കാർബീൻ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കാർബീൻ എന്ന് പറഞ്ഞാൽ മൊത്തം 6 ഇലക്ട്രോൺ വരുന്ന സ്പീഷീസ് ആണ്. കാർബൺ എന്ന് പറഞ്ഞാൽ മൊത്തം 6 ഇലക്ട്രോൺ വരുന്ന സ്പീഷീസ് ആണ്. അത് 2 വാലൻസി ഡൈവാലന്റ് ആണ്, ചാർജ് ഇല്ല. ഇനി ഈ 2 ഇലക്ട്രോൺ ഓരോ ഓർബിറ്റിലാണെങ്കിൽ അത് സിംഗിളറ്റും, അത് രണ്ടിടത്തായിട്ട് കിടക്കുകയാണെങ്കിൽ അത് ട്രിപ്പിളറ്റ്. ട്രിപ്പിളറ്റിലെ കാർബൺ sp ഹൈബ്രിഡൈസേഷനും, സിംഗിളറ്റിലെ കാർബൺ sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഇന്റർമീഡിയറ്റ് ഇത്രയാണ് പറയാനുള്ളത്. ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞത് റിയാക്ഷൻ മെക്കാനിസം ആണ്. റിയാക്ഷൻ മെക്കാനിസത്തില് ഐ എഫക്ട് അറിയാം, ആർ എഫക്ട് അറിയാം, ഹൈപ്പർ കോഞ്ചുഗേഷൻ ഇതിന്റെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. റെസൊണൻസിന്റെ കണക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നോക്കി വെച്ചേക്കുക, നോട്ടൊന്ന് വായിക്കുക. അടുത്ത ദിവസം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം ചെയ്യാനുണ്ട്. അപ്പം ആദ്യത്തെ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനോട് ചേർത്താണ് ചെയ്യുന്നത്. അതിനുശേഷം ആൽക്കൈൻ ഒരുമിച്ച് റൂട്ട് പറഞ്ഞു തരും. റൂട്ട് പറഞ്ഞതിന് ശേഷം ബെൻസീൻ പറഞ്ഞ് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഹാലോയും ആൽക്കഹോൾ ഫിനോൾ ഈതർ രണ്ടും കൂടെ ചേർത്ത് ഒരു ദിവസം, ആൽഡിഹൈഡും അമീൻസും കൂടെ ചേർത്ത് ഒരു ദിവസം. അത്രയാണ് ക്ലാസ് പോകുന്നത്. സ്പീഡ് പ്രശ്നമില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, റിയാക്ഷൻ മെക്കാനിസം അത് അറിയാമെന്ന് വിചാരിക്കുന്നു. ദെൻ അതിനുശേഷം ഇപ്പൊ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. സ്റ്റെബിലിറ്റിയുടെ ഓർഡർ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചു. ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസമാണ് ക്ലാസ്. അത് അടുത്ത ദിവസത്തെ ഒരു ക്ലാസ്സോടുകൂടി ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കൺക്ലൂഡ് ആവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ഓക്കെ, ശരി, അത് ചെയ്യാം. അപ്പൊ അത് നോക്കണേ.